PSCയിൽ പലപ്പോഴും കെമിസ്ട്രിയും ഫിസിക്സും പലരും ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനെ ഡീപ്പായി പോവാത്തവർ മുൻകാല ചോദ്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മുൻകാല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ നമുക്ക് മാർക്ക് നേടാൻ സാധിക്കും. 4 മാർക്ക് വരെ കെമിസ്ട്രി ചോദിക്കാറുണ്ട്. 3 മാർക്കാണ് 10th മെയിൻസിന് സിലബസിൽ പറയുന്നതെങ്കിലും പലപ്പോഴും 4 മാർക്കിന് വരെ കെമിസ്ട്രി ചോദിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലൂടെ കടന്നു പോകാം. അപ്പം കെമിസ്ട്രിയിൽ ഇനിയും ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. എല്ലാ ടോപ്പിക്കുകളും ഇതിൻ്റെ ഭാഗമായിട്ട് 10th ലെവൽ മെയിൻസിനുള്ള എല്ലാ ടോപ്പിക്കുകളും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ കേരളം ഭരണവും സ്ഥാപനങ്ങളും ഭരണഘടന, അങ്ങനെ എല്ലാം നമ്മൾ കവർ ചെയ്തു പോകും. ചരിത്രം, ഹിസ്റ്ററിയൊക്കെ കവർ ചെയ്തു പോകും. മുന്നേറ്റ ക്ലാസ്സുകൾ കൂടി കാണുക. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ് മാത്രമല്ല, ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് കിട്ടും. നോട്ട് നിർബന്ധമാണ്, നിങ്ങൾ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എക്സാമും കിട്ടും. അതും നിങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ പഠിച്ചത് ഉറപ്പിക്കും. ഈ രണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം അറിയുന്നതിന് വേണ്ടി ആപ്പിൻ്റെ ഡൗൺലോഡബിൾ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യൂട്യൂബ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം. പലപ്പോഴും നിങ്ങൾ PSC പരീക്ഷയ്ക്ക് കാണാറുള്ളതാണ്. പക്ഷേ ഈ ചോദ്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുകയാണ് ചെയ്യുക. ആവർത്തന പട്ടികയിൽ നമുക്കറിയാം ഗ്രൂപ്പുകളുമുണ്ട്, പീരിയഡ്സുമുണ്ട്. ആവർത്തന പട്ടികയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും, കണക്റ്റഡ് ഫാക്ട്സും നമുക്ക് പഠിക്കാം. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുമുണ്ട്, പീരിയഡ്സുമുണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുത്തനെയുള്ള കോളങ്ങളാണ് ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുത്തനെയുള്ള കോളങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രൂപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. കണ്ടു, ഇതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കുത്തനെയുള്ള കോളങ്ങളെ. എന്നാൽ വിലങ്ങനെയുള്ള ഈ വരികളാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? പീരിയഡ്സ് എന്നറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഒരു പീരീഡാണ്. ഇതാണ് ഒന്നാമത്തെ പീരീഡ്, ഇതാണ് രണ്ടാമത്തെ പീരീഡ്, ഇങ്ങനെ പോകുന്നു. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇങ്ങനെ പോകുന്നു. ഈ ഗ്രൂപ്പിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. നിങ്ങൾക്കറിയാലോ, ഒരു ആറ്റം എന്ന് പറയുന്നത്, ആ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് വിവിധ ഊർജ നിലകളിലായി ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണുള്ളത്. ആറ്റത്തിന് പുറത്ത് ഉള്ള ഓർബിറ്റുകളിൽ ആരെ കാണാം? നമുക്ക് ഇലക്ട്രോണുകളെ കാണാം. എങ്ങനെയാണ് ആറ്റം ക്രമീകരിച്ചിരിക്കുന്നത്? ഈ പുറത്തുള്ള വിവിധ ഊർജ നിലകൾ, ആ ഊർജ നിലകളിലുള്ള ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും അകത്തുള്ള ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണ് ന്യൂട്രലാണ്, ഒരു ചാർജും ഇല്ല. അപ്പോൾ ആ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് അയോൺ അല്ലെങ്കിൽ. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഈ മൂലകങ്ങളുടെ രാസ സ്വഭാവങ്ങൾ ആവർത്തിച്ച് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലുമുള്ള മൂലകങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ഓരോ പീരിയഡിലുമുള്ള ചില ഗ്രൂപ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, അറ്റോമിക നമ്പർ 1 ഇവിടെ അറ്റോമിക നമ്പർ 2. ഇനി അടുത്തത് 3 ഇതാ ഇവിടെ വരുന്നു, 4 ഇങ്ങനെ വരുന്നു, 5, 6, 7, 8, 9, 10.
ഇതിനെങ്ങനെ പീരീഡിലാക്കി ചിത്രീകരിച്ചിരിക്കുന്നതിലും ഒക്കെ ചില കാര്യങ്ങളുണ്ട്. അവയുടെ ചില സ്വഭാവ സവിശേഷതകൾ അവിടെ ആവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പിലും നമുക്ക് ചില സ്വഭാവ സവിശേഷതകൾ കാണാം. ഈ ഗ്രൂപ്പിൽ നോക്കൂ, 1 കഴിഞ്ഞാൽ 2 ആണ്. 1 കഴിഞ്ഞാൽ 2 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 1-ൽ നിന്ന് എവിടേക്ക് പോകുന്നു? 2-ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ 1 പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ ഹീലിയത്തിന് 2 പ്രോട്ടോൺ ഉണ്ട്. ലിഥിയത്തിന് 3 പ്രോട്ടോൺ ഉണ്ട്. അത് 4ആയി, ഇവിടെ എത്തുമ്പോൾ 5ആയി, കാർബൺ എത്തുമ്പോൾ 6ആയി, നൈട്രജൻ എത്തുമ്പോൾ 7ആയി, 8ആയി ഓക്സിജന്. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്നു, 9, 10 എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. 11, 12. ഇപ്പോൾ സോഡിയത്തിന് 11 ആണ്, മഗ്നീഷ്യത്തിന് 12 ആണ്. അതുപോലെ 13 ഇവിടെ വരുന്നു, കണ്ടോ? സിലിക്കൺ ആകുമ്പോൾ 14 വന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ഇലക്ട്രോണുകൾ കൂടുമ്പോൾ, ഇവിടെ ഇലക്ട്രോൺ കൂടിയില്ലോ, 1 ഇലക്ട്രോൺ കൂടിയില്ലോ, ഒരേ പീരീഡിൽ ഒരേ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ എന്നറിയാം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ഷെല്ലിൽ 1 ഇലക്ട്രോൺ നിറഞ്ഞു, അതേ ഷെല്ലിൽ തന്നെയാണ് ഹീലിയത്തിനും എന്നറിയാം. എന്നാൽ ഗ്രൂപ്പിൽ പോകുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ഹീലിയത്തിന് അല്ല ഹൈഡ്രജന് ആദ്യത്തെ ഷെല്ലിലാണ് ഒന്നെങ്കിൽ, ലിഥിയത്തിന് വരുമ്പോൾ അടുത്ത 2 എണ്ണത്തിൽ ആ കൂടുതൽ വരുന്നത് എവിടെയാണ്? അടുത്ത ഷെല്ലിലാണെന്ന് അറിയാം. അതായത് അടുത്ത ഗ്രൂപ്പിലേക്ക്, ഒരു ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൽ നിന്ന് അടുത്ത എലമെൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇലക്ട്രോണുകൾ അടുത്ത ഷെല്ലിലേക്ക് നിറയും, അടുത്ത ഊർജ്ജ നിലയിലേക്ക് നിറയും. എങ്ങനെ? അടുത്ത ഊർജ്ജ നിലയിലേക്ക് നിറയുമ്പോൾ ഷെല്ല് കൂടുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്രൂപ്പിന് താഴേക്ക് പോകുമ്പോൾ ആറ്റങ്ങളുടെ വലിപ്പം കൂടും. കാരണം ഓരോ ഗ്രൂപ്പിലെ 1 കഴിയുമ്പോൾ 1 ഷെല്ല് കൂടി, വീണ്ടും 1 ഷെല്ല് കൂടി അങ്ങനെ പോവുകയാണ്. ഷെല്ലുകളോ സബ് ഷെല്ലുകളോ കൂടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എന്ത് വലിപ്പം കൂടുന്നു? ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്നു. എന്നാൽ പീരിയോഡിക് ടേബിളിൽ നമ്മളിങ്ങനെ 1-ൽ നിന്ന് 2-ലേക്കോ അല്ലെങ്കിൽ 3-ൽ നിന്ന് 4-ലേക്കോ പോകുമ്പോൾ അവിടെ ഇലക്ട്രോണുകൾ നിറയുന്നത് അടുത്ത ഷെല്ലിലല്ല, അതേ ഷെല്ലിലാണ്. അതേ ഷെല്ലിൽ വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടില്ല എന്ന് മാത്രമല്ല, ഹൈഡ്രജന് 1 ആറ്റമാണ്, 1 പ്രോട്ടോണാണ് ന്യൂക്ലിയസിലുള്ളതെങ്കിൽ ഹീലിയത്തിന് 2 പ്രോട്ടോൺ ന്യൂക്ലിയസിൽ ഉണ്ടാവും. ഈ പോസിറ്റീവായ പ്രോട്ടോണുകൾ ആറ്റത്തിൻ്റെ ഷെല്ലുകളിലുള്ള നെഗറ്റീവായ ഇലക്ട്രോണുകളെ ആകർഷിക്കും. അപ്പോൾ ഇവിടെ 1 പ്രോട്ടോണെ ആകർഷിക്കാനുണ്ട്, ഇവിടെ 2 പ്രോട്ടോൺ ആകർഷിക്കാനുണ്ട് ന്യൂക്ലിയസിൽ. അപ്പോൾ എന്താണ് സ്വാഭാവികമായും സംഭവിക്കുക? ഷെല്ലിൻ്റെ എണ്ണം കൂടിയില്ല, മറിച്ച് എന്തുണ്ടായി? പ്രോട്ടോണുകളുടെ എണ്ണം കൂടി, അപ്പോൾ ആകർഷണം കൂടി. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തു ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുക. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുമെങ്കിലും അങ്ങനെ കൂടുന്ന ഇലക്ട്രോണുകൾ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ കൂടി എണ്ണമാണ്, ആ കൂടുന്ന ഇലക്ട്രോണുകൾ അതേ ഷെല്ലിൽ തന്നെ നിറയുന്നത് കൊണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂക്ലിയസിൽ കൂടുന്നത് കൊണ്ട് അവിടെ ആകർഷണം ശക്തമാവുകയും ന്യൂക്ലിയസിലേക്കുള്ള ആകർഷണം ശക്തമാവുകയും അറ്റോമിക് നമ്പർ കൂടിയാൽ പോലും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയുമാണ് ചെയ്യുക. അപ്പം ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പീരിയോഡിക് ടേബിൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. എന്നാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി ഇത് തിരിച്ചു ചോദിച്ചാൽ വലത്ത് നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ വലിപ്പം കൂടും, മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴും എന്തു ചെയ്യും? ഇടത്ത് നിന്ന് വലത്ത് നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? വലിപ്പം കൂടും. മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴോ വലിപ്പം കുറയും. കാരണം താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ വലിപ്പം കൂടുകയാണ്. ഇനി നമുക്കിതിലെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ചോദിക്കാറുണ്ട്, ലോഹ സ്വഭാവം ചോദിക്കാറുണ്ട്. ഇപ്പം ചോദിച്ചതുപോലെ ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരം, ഈ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തു പോകാം എന്നുള്ളത് ഞാൻ ക്ലാസ് പറയാം. ഈ കാര്യം ഉറപ്പിക്കുക, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അപ്പോൾ പീരീഡ്സിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുന്നു, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടുന്നു. ദാറ്റ്സ് ആൾ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം.
നമ്മൾ ലോഹ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ലോഹങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നു. അങ്ങനെ പോസിറ്റീവ് അയോണുകളെ പറയുന്ന പേരാണ് കാറ്റയോൺസ് എന്നുള്ളത്. ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ പങ്കുവെക്കും, അല്ലെങ്കിൽ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ സ്വീകരിക്കും. അങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു, പുറത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നു. ഇങ്ങനെ ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നു. അപ്പോൾ ലോഹങ്ങളുടെ സ്വഭാവം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കലാണ്. അങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ അതിലൊരു ഇലക്ട്രോൺ കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാറ്റത്തിൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും പ്രോട്ടോൺ ഉണ്ടായിരിക്കും. അതായത് എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 10 അതിൽ 10 ഇലക്ട്രോണുമുണ്ട്, 10 പ്രോട്ടോണുമുണ്ട്. അപ്പോൾ 10 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും തമ്മിൽ ക്യാൻസലായി ആറ്റം എങ്ങനെയാണ്? ചാർജ് പരമായി നോക്കുമ്പോൾ ന്യൂട്രലാണ്. ആറ്റത്തെ മൊത്തം നോക്കുമ്പോൾ അതിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ 9 ഇലക്ട്രോണായി. അപ്പോഴും പ്രോട്ടോൺ കേന്ദ്രത്തിൽ ന്യൂക്ലിയസിൽ 10 ഉണ്ട്. അപ്പോൾ അത് പോസിറ്റീവായി മാറി, ഒരു പോസിറ്റീവായി. കാരണം 9 നെഗറ്റീവും 10 പോസിറ്റീവുമാണ്. ലോഹങ്ങൾ ഇങ്ങനെയാണ്. ലോഹങ്ങൾ ഇങ്ങനെ ഇലക്ട്രോണിനെ മേടിച്ചാൽ നെഗറ്റീവ് ചാർജ് കൂടും, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ് കൂടും. ഇപ്പം ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായിട്ടാണ്. അതിനെ കാറ്റയോൺസ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി അഥവാ ലോഹ സ്വഭാവം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ലോഹ സ്വഭാവം എന്ന് പറയാം. അപ്പം ലോഹ സ്വഭാവം എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റിവിറ്റിയുമായി കണക്റ്റഡ് ആണ്. എങ്ങനെയുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള അതിൻ്റെ കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാറ്റത്തിന് എത്ര എളുപ്പത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ കഴിയുമോ അത്രയും ലോഹ സ്വഭാവം കൂടുതലായിരിക്കും. പിന്നെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാം. ഈ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലേക്ക് പിടിച്ചു നിർത്തുന്നത് പ്രോട്ടോണുകൾക്ക് ന്യൂക്ലിയസിന് ആ ഇലക്ട്രോണുകളുടെ മുകളിലുള്ള അട്രാക്ഷനാണ്, ആകർഷണമാണ്. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്തോറും പ്രോട്ടോണുകൾക്ക് ഇലക്ട്രോണുകളുടെ മുകളിലുള്ള ആകർഷണം കുറയും. വലിപ്പം കൂടുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അകലുകയാണ്, അപ്പോൾ ആകർഷണം കുറയുന്നു. അങ്ങനെ ആകർഷണം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടും. അതിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണ് വേണ്ടത് ലോഹ സ്വഭാവം കൂടാൻ. അപ്പോൾ വലിപ്പം വയ്ക്കും തോറും ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് മുകളിലുള്ള അട്രാക്ഷൻ കുറയുന്നു, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നു. അതിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും, അപ്പോൾ ലോഹ സ്വഭാവവും കൂടും. സിമ്പിൾ അല്ലേ? 3 കാര്യം നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്? ആറ്റം വലിപ്പം വയ്ക്കുന്നു, അത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു, അത് മുകളിൽ നിന്ന് താഴത്തേക്കാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ലോഹ സ്വഭാവം കൂടുന്നു. നേരത്തെ ചോദ്യത്തിന് നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്നല്ല പറഞ്ഞത്. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകും തോറും, താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും, മുകളിൽ നിന്ന് എവിടെയാണ്? ഗ്രൂപ്പിൽ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയും. അപ്പോൾ എന്തു ചെയ്യും? ഈ ഷെല്ലുകൾ കുറച്ചുകൂടി അടുത്താണ് ആരുടെ? ന്യൂക്ലിയസിൻ്റെ. അപ്പോൾ അതിനോടുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള ശേഷി കുറയും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അപ്പോൾ ലോഹ സ്വഭാവം കൂടും, ലോഹ സ്വഭാവം കുറയും. മുകളിലേക്ക് പോകും തോറും, താഴത്തേക്ക് പോകും തോറും വലിപ്പം കൂടുന്നു, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു, ലോഹ സ്വഭാവവും കൂടുന്നു. ഓക്കെ, ഇതാണ്. അപ്പം ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം തെറ്റരുത്. ഒരാറ്റത്തിന് എത്ര എളുപ്പത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ കഴിയുമോ അത്രയും ലോഹ സ്വഭാവം കൂടുതലായിരിക്കും. ഇപ്പം ലോഹ സ്വഭാവത്തെ
സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്ന് അറ്റോമിക വലിപ്പമാണ്. ഒരാറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസും ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. അതിനാൽ ഇലക്ട്രോണിനെ എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ കഴിയും. വലിപ്പം കൂടുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. ഇനി അയോണീകരണ ഊർജവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ഈ അയോണീകരണ ഊർജം? ഒരാറ്റത്തിന്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റിക്ക് നേരെ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടാനുള്ള കഴിവ്. ആ പുറത്തുള്ള ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജം. അതായത് നമ്മളിപ്പോൾ ഒരാളൊരു സാധനം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം ന്യൂക്ലിയസ് ഇങ്ങനെ നേരെ പിടിച്ചു വെച്ചിരിക്കുകയല്ല, ടച്ച് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയല്ല, മറിച്ച് അവ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ അട്രാക്ഷനിൽ നിന്ന് ആ സാധനത്തെ കൊണ്ട് വലിച്ച് മാറ്റണ്ടേ, അതിനൊരു ഊർജം വേണ്ടേ? ആ ഊർജത്തെയാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ അയോണീകരണ ഊർജവും കൂടുതലാവും. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞു എന്നാൽ എന്താണ്? ആ ഇലക്ട്രോൺ അവിടെ തന്നെ നിൽക്കും, അതിനെ നഷ്ടപ്പെടുത്താൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ കൂടുതൽ ഊർജം വേണ്ടി വരും. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവുള്ളിടത്ത് അയോണീകരണ ഊർജം കൂടുതലായിരിക്കും. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലുള്ളിടത്ത് അയോണീകരണ ഊർജം കുറവുമായിരിക്കും, നേരെ വിപരീതമായിരിക്കും. അപ്പം ഈ മൂന്നാള്, ആറ്റത്തിന്റെ വലിപ്പം, ലോഹ സ്വഭാവം, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഒരു ഗ്രൂപ്പാണ്. ഇത് മൂന്നും ഒന്നിച്ചു കൂടുക ചെയ്യുക. എന്നാൽ അതിന് നേരെ അത് കൂടുമ്പോൾ കുറയുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ അയോണീകരണ ഊർജം കുറയുമ്പോൾ ലോഹ സ്വഭാവം കൂടും. ലോഹ സ്വഭാവത്തിന് നേരെ തിരിച്ചാണ് അയോണീകരണ ഊർജം. ഇപ്പം ഗ്രൂപ്പിൽ നിന്നും മുകളിലേക്ക് വരുമ്പോൾ അറ്റോമിക വലിപ്പം കൂടും. ഓരോ സ്റ്റെപ്പിലും പുതിയ ഷെല്ലുകൾ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. അങ്ങനെ കൂടിയാൽ വലിപ്പം കൂടുന്നത് കൊണ്ട് ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണുകളിലേക്കുള്ള ആകർഷണം കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജം കുറയുന്നു. അയോണീകരണ ഊർജം കുറയുന്നത് കൊണ്ട് ഇലക്ട്രോണിനെ എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നു. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു. അതിനാൽ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഗ്രൂപ്പിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴോ, താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ നേർ വിപരീതമാണ് സംഭവിക്കുക. ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയും അയോണീകരണ ഊർജം കൂടുകയും ചെയ്യുന്നു. അതിനാൽ ലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ, ഞാൻ പറഞ്ഞ നേരത്തെ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഇടത്തുള്ള ഒരു ആറ്റത്തേക്കാൾ അറ്റോമിക നമ്പർ വലത്തുള്ള ആറ്റത്തിന് കൂടുതലാണ്. പക്ഷേ ഒരേ പീരിയഡിൽ ഇടത്തുള്ള ആറ്റത്തിൻ്റെ നിന്ന് വലത്തുള്ള ആറ്റത്തിലേക്ക് പോകുമ്പോൾ അറ്റോമിക നമ്പർ കൂടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൂടി. പക്ഷെ ആ ഇലക്ട്രോൺ അതേ ഷെല്ലിൽ വന്നിട്ടാണ് വീഴുന്നത്. ഗ്രൂപ്പിലതല്ല. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഓരോ ഷെല്ലുകൾ കൂടും. അവിടെയാണ് ഇലക്ട്രോണുകൾ നിറയുന്നത്. ഇവിടെ അതല്ല, ഒരേ ഷെല്ലിൽ വന്നിട്ടാണ് വീഴുന്നത്. അങ്ങനെ ഒരേ ഷെല്ലിൽ നിന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? ഷെല്ല് കൂടുന്നില്ല, അറ്റോമിക വലിപ്പം കൂടുന്നില്ല. പക്ഷെ ന്യൂക്ലിയസിൽ ഇലക്ട്രോണുകൾ കൂടുമ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണും കൂടും. ആ പ്രോട്ടോൺ കൂടുതൽ ശക്തമായിട്ട് ഈ പുറത്തുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളെ ആകർഷിക്കും. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുക. ഒരേ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് എന്നതിനാൽ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നതിനാലും ഇലക്ട്രോണുകളെ കൂടുതൽ ശക്തമായി ആകർഷിക്കുന്നു. അതിനാൽ വലിപ്പം കുറയുന്നു. വലിപ്പം കുറയുന്നത് കൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടും അയോണീകരണ ഊർജം കൂടുന്നു. അപ്പോൾ അയോണീകരണ ഊർജം കൂടുന്നതിനാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് അഥവാ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു. അതിനാൽ പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. ക്ലിയർ ആയല്ലോ? പീരിയോഡിക് ടേബിളിൽ എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടെണ്ണമാണ് പ്രധാനമായും ചോദിക്കാറ്. ആറ്റത്തിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ലോഹ സ്വഭാവവും. ഇതാണ് സാധാരണ ചോദിക്കാറ്. പക്ഷെ ഇടയ്ക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ എന്തും ചോദിക്കാറുണ്ട്, അയോണീകരണ ഊർജവും ചോദിക്കാറുണ്ട്. ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. ഒരു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് കൺസെപ്റ്റൊക്കെ മനസ്സിലായാലും ചിലർക്കും ഇപ്പോഴും ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഈ നോട്ട് വായിച്ചാൽ മനസ്സിലാവും. നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ടെലിഗ്രാം ചാനലിൽ വരിക. സാധാരണയായി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും നോട്ട് ഷെയർ ചെയ്യും, അതാത് ക്ലാസ്സിൻ്റെ. അത് കഴിഞ്ഞാൽ രാത്രി 7 മണിക്ക്, അതായത് ഇന്ന് നൽകുന്ന വീഡിയോൻ്റെ
നോട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾക്ക് നൽകും. രാത്രി അധിക ദിവസങ്ങളിലും, ചില ദിവസങ്ങളിൽ മാറിക്കഴിഞ്ഞാൽ നമ്മളത് ഒന്നിച്ചു തരും. രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ളൊരു എക്സാമും ലഭിക്കും. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണീകരണ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കൂടുന്നു. ലോഹ സ്വഭാവത്തിന് നേരെ തിരിച്ചാണ് അലോഹ സ്വഭാവം. ലോഹ സ്വഭാവം കുറയുമ്പോൾ അലോഹ സ്വഭാവം കൂടും. ലോഹ സ്വഭാവം കൂടുമ്പോൾ അലോഹ സ്വഭാവം കുറയും. ലോഹങ്ങളെയും അലോഹങ്ങളെയും വേർതിരിക്കുന്ന ആവർത്തന പട്ടികയിലെ കോണിപ്പടി പോലെ കാണുന്ന മൂലകങ്ങൾ ഉപലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഈ 3 ആളുകൾ ഒരുമിച്ചാണ് വരിക. അറ്റോമിക വലിപ്പം, ലോഹ സ്വഭാവം, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ അറ്റോമിക സ്വഭാവവും ലോഹ സ്വഭാവവും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ ലോഹ സ്വഭാവം കൂടും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. എന്നാൽ അയോണീകരണ ഊർജം കൂടുമ്പോൾ അലോഹ സ്വഭാവവും കൂടും. അയോണീകരണ ഊർജം കുറയുമ്പോൾ അലോഹ സ്വഭാവവും കുറയും. ഇനി പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അവിടെ അറ്റോമിക വലിപ്പം കുറയും. അപ്പോൾ ലോഹ സ്വഭാവവും കുറയും. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും കുറയും. പക്ഷേ അയോണീകരണ ഊർജം കൂടും, അലോഹ സ്വഭാവം. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം അമോണിയം സൾഫേറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അമോണിയം സൾഫേറ്റ് എന്ത് തരത്തിലുള്ള ലവണമാണ്? ബേസിക് ലവണമാണോ, അസിഡിക് ലവണമാണോ, ന്യൂട്രൽ ആണ്? അപ്പോൾ അതിനെന്താണ് ലവണം എന്ന് പഠിക്കാം. ഇത് അസിഡിക് ലവണമാണ് അമോണിയം സൾഫേറ്റ്. എന്താണ് ലവണം എന്ന് പഠിക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, ഒരാസിഡും ഒരു ബേസും, ഒരാസിഡും ഒരു ബേസും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തോടൊപ്പം ഉണ്ടാകുന്ന സംയുക്തമാണ് ലവണം. അപ്പം ലവണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരാസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ലവണവും ജലവും ഉണ്ടാവും. ഈ സൂത്രവാക്യങ്ങൾ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അവിടെ H2O ഉണ്ടാവും ആ സൂത്രവാക്യത്തിൽ എന്ന് ഓർക്കുക. കാരണം എന്താ? ഒരാസിഡും ബേസും തമ്മിൽ ലയിക്കുമ്പോൾ അവിടെ നിന്ന് മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അവിടെ ജലമുണ്ടാകുന്നുണ്ട്. ജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? H2O ആണ്. അപ്പോൾ ആ സമവാക്യത്തിൽ H2O ഉണ്ടായിരിക്കും. ഒരാസിഡും ബേസും തമ്മിൽ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് ലവണം. ആ ലവണത്തോടൊപ്പം എന്തും ഉണ്ടാകും? ജലവും ഉണ്ടാകും. അപ്പം നമ്മൾ സാധാരണയായി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന കറിയുപ്പിൻ്റെ രാസനാമം ചോദിക്കാറുണ്ട്, സോഡിയം ക്ലോറൈഡ്. ആ സോഡിയം ക്ലോറൈഡ് ഒരു ലവണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അത് ഓർത്തു വയ്ക്കാനും എളുപ്പമാണ്. സോഡിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു ആസിഡ് ഉണ്ടായിരിക്കും. ആ ആസിഡ് ക്ലോറൈഡ് ഉള്ള ഒരു ആസിഡാണ്. അത് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി സോഡിയം വേണം. ആ സോഡിയത്തിൻ്റെ ഒപ്പം നിങ്ങൾ ഹൈഡ്രോക്സൈഡ് ചേർത്താൽ മതി. അപ്പം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അതിൽ ക്ലോറിൻ അല്ലെങ്കിൽ സോഡിയം വരുന്ന ഒരു ആസിഡ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡ്. നിങ്ങളൊക്കെ അവിടെ മാർക്ക് കിട്ടി, ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടി. ഇനി അതിൻ്റെ രാസനാമം അറിയാൻ, ഹൈഡ്രജൻ്റെ H, ക്ലോറിൻ്റെ Cl, HCl ആണ്. ഇനി അവിടെ വരുന്ന മറ്റൊന്നെന്താണ്? ക്ലോറിൻ പോയി, ഇനി സോഡിയം ഉണ്ട്. സോഡിയവുമായി ബന്ധപ്പെട്ട ബേസ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പേര് കൊടുത്താൽ മതി. അപ്പോൾ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. കണ്ടോ, ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്. Na എന്ന് പറഞ്ഞാൽ സോഡിയം. ഇത് ചേർന്ന് നമുക്ക് സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പ് കിട്ടും, പ്ലസ് H2O ജലം കിട്ടും. ഈ രാസപ്രവർത്തനത്തെ നിർവീകരണം എന്നാണ് പറയുക. കാരണം അവിടെ ആസിഡിൻ്റെയും ബേസിൻ്റെയും ഗുണങ്ങൾ ഇല്ലാതെയും മാറുകയാണ്. അപ്പം ആസിഡ് പ്ലസ് ബേസ് സമം ലവണം പ്ലസ് ജലം. ഈ സോഡിയം ക്ലോറൈഡ് സാധാരണയായിട്ട് ഒരു ന്യൂട്രൽ ലവണത്തിന് ഉദാഹരണമാണ്. അതിന് ആസിഡിൻ്റെ ഗുണവുമില്ല, ബേസിൻ്റെ ഗുണവുമില്ല. അപ്പം ഇങ്ങനെ വേർതിരിക്കുമ്പോൾ ലവണങ്ങളുടെ വർഗീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ ലവണങ്ങളും ഇങ്ങനെ ന്യൂട്രൽ ആയിരിക്കില്ല. ലവണത്തിൻ്റെ സ്വഭാവം അസിഡിക് ആവാം, ബേസിക് ആവാം. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡിൻ്റെ പോലെ, കറിയുപ്പിൻ്റെ പോലെ ന്യൂട്രൽ ആവാം. അത് രൂപപ്പെടാൻ കാരണമായ ആസിഡിൻ്റെയും ബേസിൻ്റെയും ശക്തിയെ ആശ്രയിച്ചിരിക്കും. എന്താണ് ന്യൂട്രൽ ലവണം? ന്യൂട്രൽ ലവണം ഉണ്ടാകുന്നത് ഒരു ശക്തമായ ആസിഡും ഒരു ശക്തമായ ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്.
അപ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും ശക്തി തുല്യമായതിനാൽ അവ പരസ്പരം പൂർണ്ണമായി നിർവീര്യമാക്കപ്പെടും. അതാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോഴുണ്ടാകുന്ന ലവണത്തിൻ്റെ pH വില 7 ആയിരിക്കും. ന്യൂട്രൽ ആണെങ്കിൽ 7 ആയിരിക്കും. 7ൽ കുറഞ്ഞാൽ അസിഡിക്കാണ്, 7ൽ കൂടുതലായാൽ ബേസുമാണ്. 7 ന്യൂട്രലാണ്, pH വാല്യൂ 7 ആണെങ്കിൽ ന്യൂട്രലാണ്. 7ൽ കുറഞ്ഞാലോ? 7ൽ കുറഞ്ഞാൽ അസിഡിക്കാണ്. 7ൽ കുറഞ്ഞാൽ എന്താണ്? അസിഡിക്കാണ്. 7ൽ കൂടിയാലോ? 7ൽ കൂടിയാൽ ന്യൂട്രലുമാണ് എന്നോർക്കുക. 7ൽ കുറഞ്ഞാൽ അസിഡിക്കാണ്, 7ൽ കൂടിയാൽ എന്തുമാണ്? 7ൽ കൂടിയാൽ ബേസുമാണ്. 7 ആണെങ്കിൽ ന്യൂട്രലാണ്. സോഡിയം ക്ലോറൈഡ് എന്തിനുദാഹരണമാണ്? ന്യൂട്രലിന് ഉദാഹരണമാണ്. അവിടെ ശക്തമായ ഒരു ആസിഡും ശക്തമായ ബേസുമായിരിക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ശക്തമായ ഒരു ആസിഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ശക്തമായ ഒരു ബേസാണ്. രണ്ടും കൂടി ചേർന്ന് നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്നുള്ള ലവണവും ജലവും ലഭിക്കുന്നു. ആസിഡും ബേസും കൂടിയാൽ നമുക്ക് ജലം ലഭിക്കും എല്ലായിടത്തും. ഇനി അസിഡിക് ലവണം അതെപ്പോഴാണ്? ശക്തമായ ഒരു ആസിഡും ദുർബലമായ ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ശക്തമായ ആസിഡിൻ്റെ സ്വഭാവം ലവണത്തിൽ നിൽക്കും. അപ്പോൾ pH 7ൽ കുറവായിരിക്കും. നമ്മുടെ ചോദ്യം അമോണിയം സൾഫേറ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അമോണിയം സൾഫേറ്റ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ സൾഫേറ്റ് ഉള്ളതുകൊണ്ട് സൾഫ്യൂറിക് ആസിഡാണ്. അപ്പോൾ അമോണിയത്തിൻ്റെ ഒപ്പം നിങ്ങൾ ഹൈഡ്രോക്സൈഡ് ചേർത്തോ? നിങ്ങൾക്ക് ഇനി ഇതും ചോദിക്കാറുണ്ട്, കിട്ടി. അമോണിയം സൾഫേറ്റ് ആരൊക്കെ ചേർന്നതാണ്? സൾഫ്യൂറിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർന്നതാണ്. അപ്പോൾ അമോണിയം എന്ന് പറഞ്ഞാൽ NH4 ആണ്. അമോണിയത്തിൻ്റെ രാസനാമം എന്ന് പറയുന്നത് NH4 ആണ്. NH4OH ആണ്, അതാണ് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. മറ്റത് H2SO4 ആണ്, സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അവ തമ്മിൽ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? അമോണിയം എന്ത് കിട്ടും? സൾഫേറ്റ് കിട്ടും. നമുക്ക് എന്താ കിട്ടുക? അമോണിയം സൾഫേറ്റ്. ഇതാണ് ചോദിച്ചത്. ഇതിൽ സൾഫ്യൂറിക് ആസിഡ് ശക്തമായ ആസിഡും അതേസമയം അമോണിയം ഹൈഡ്രോക്സൈഡ് അത്ര ശക്തമല്ലാത്ത ബേസുമാണ്. അപ്പോൾ അത് അസിഡിക് ആയിരിക്കും. മറ്റൊരു പ്രധാന ഉദാഹരണമാണ് കോപ്പർ സൾഫേറ്റ്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് ആകുമ്പോൾ സൾഫ്യൂറിക് ആസിഡും കോപ്പർ ഹൈഡ്രോക്സൈഡുമാണ് അവിടെ വരുന്നത്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ തുരിശാണ്. ഓക്കെ. ഇനി ബേസിക് ലവണം. ഇപ്പോൾ അസിഡിക് ലവണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് അമോണിയം സൾഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്, തുരിശുമുണ്ട്. ഇത് അസിഡിക്കാണ്. ബേസിക്കോ? ദുർബലമായ ഒരു ആസിഡും ഒരു ശക്തമായ ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബേസിക് ലവണം കിട്ടുക. ദുർബലമായ ഒരു ആസിഡ് ശക്തമായ ബേസും പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് ബേസ് ഗുണമുള്ള ഒരു ലവണം ലഭിക്കും. ഇവിടെ ശക്തമായ ബേസിൻ്റെ സ്വഭാവം ലവണത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ pH 7ൽ കൂടുതലായിരിക്കും. ഉദാഹരണം അലക്കുകാരം. അലക്കുകാരം എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്. അവിടെ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡാണ്. കാർബണേറ്റുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ കാർബോണിക് ആസിഡ്, നേരത്തെ ഹൈഡ്രോക്ലോറിക് അല്ല സോഡിയം ക്ലോറൈഡ് പറഞ്ഞു, ക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് കഴിഞ്ഞ് നമ്മൾ അമോണിയം സൾഫേറ്റ് പറഞ്ഞു, അപ്പോൾ സൾഫ്യൂറിക് ആസിഡ്. ഇവിടെ അമോണിയം കാർബണേറ്റ് അല്ല ഇവിടെ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ്. അപ്പോൾ കാർബോണിക് ആസിഡ്. ആ കാർബോണിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി നമുക്ക് എന്ത് കിട്ടുന്നു? അവിടെ കിട്ടുന്നതാണ് സോഡിയം കാർബണേറ്റ്. ആ സോഡിയം കാർബണേറ്റിനെയാണ് അലക്കുകാരം എന്ന് പറയുന്നത്. ആ സോഡിയം കാർബണേറ്റ് എന്താണ്? അത് എന്തിന് ഉദാഹരണമാണ്? ഒരു ബേസിക് ലവണത്തിന്, ബേസിക് ലവണമല്ല, ബേസ് ലവണത്തിന് ഉദാഹരണമാണ്. സോഡിയം കാർബണേറ്റ് പോലെ തന്നെയാണ് സോഡിയം ബൈകാർബണേറ്റും. അതായത് അത് അപ്പക്കാരം. അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്, അതാണ് അപ്പക്കാരം. അത് എന്തിനുദാഹരണമാണ്? ബേസ് ലവണത്തിന് മറ്റൊരു ഉദാഹരണമാണ്. ലവണങ്ങളുടെ പൊതുവായ സവിശേഷതകൾ: സാധാരണയായി ഖരാവസ്ഥയിൽ ക്രിസ്റ്റൽ രൂപത്തിലാണ് ലവണങ്ങൾ കാണപ്പെടുക. മിക്ക ലവണങ്ങളും ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിച്ച അവസ്ഥയിലോ ഉരുകിയ അവസ്ഥയിലോ അത് വൈദ്യുതി കടത്തിവിടും. ഈ ലവണങ്ങൾ ജലത്തിൽ ലയിച്ച അവസ്ഥയിലോ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടും. ഉയർന്ന ദ്രവണാങ്കമായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതുപോലെ തിളനിലയും ഉയർന്നതായിരിക്കും. അപ്പോൾ
ഇതിന് ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഉയർന്ന തിളനിലയുണ്ട്. അതുപോലെ തന്നെ ഇത് ഉരുകിയ അവസ്ഥയിലോ ജലത്തിൽ ലയിച്ച അവസ്ഥയിലോ അത് വൈദ്യുതിയെ കടത്തിവിടും. മിക്ക ലവണങ്ങളും ജലത്തിൽ ലയിക്കും. സാധാരണയായി ഖരാവസ്ഥയിൽ ക്രിസ്റ്റൽ രൂപത്തിലാണ് കാണപ്പെടുക. ഖരാവസ്ഥയിലാണെങ്കിൽ ക്രിസ്റ്റൽ നമ്മൾ കാണാറില്ലേ. അപ്പോൾ കറിയുപ്പ് സോഡിയം ക്ലോറൈഡാണ്, ആഹാര പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നു. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്, ബേക്കിങ്ങിന് അന്റാസിഡിന് ഉപയോഗിക്കുന്നു. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്, സോപ്പിലും ഗ്ലാസ് നിർമ്മാണത്തിലും അലക്കുകാരം ഉപയോഗിക്കുന്നുണ്ട്. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്, കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്, സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്, സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അപ്പോൾ ഇതെന്താണെന്ന് കാര്യം മനസ്സിലായി. കറിയുപ്പിന്റെ രാസ സ്വഭാവം എന്താണ്? നിർവീര്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. ന്യൂട്രലാണ്. തുരിശിന്റെ ലായനി ലിറ്റ്മസ് പേപ്പറിൽ എന്ത് മാറ്റം വരുത്തും? ഒന്ന് ആസിഡ് ആണോ ബേസ് ആണോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമാണ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കും ആസിഡ് ആണെങ്കിൽ. ബേസ് ആണെങ്കിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കും. ഇതാണ് ആ വ്യത്യാസം. നീലനെ ചുവപ്പാക്കും ആസിഡ് ആണെങ്കിൽ, ചുവപ്പിനെ നീലയാക്കും ബേസ് ആണെങ്കിൽ. അപ്പൊ തുരിശിന്റെ ലായനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തുരിശിന്റെ ലായനി കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പൊ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കും. അപ്പക്കാരത്തിന്റെ രാസനാമം എന്ത്? അപ്പക്കാരത്തിന്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന ലായനിയുടെ സ്വഭാവം എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. കാരണം സോഡിയം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും ബേസിക് ആണ്. pH സ്കെയിലിൽ 7-ൽ താഴെ മൂല്യമുള്ള പദാർത്ഥങ്ങൾ എന്ത് സ്വഭാവം കാണിക്കും? ആസിഡ് സ്വഭാവം കാണിക്കും. pHൽ 7-ൽ താഴെയാണെങ്കിൽ ആസിഡ്, 7-ൽ മുകളിലാണെങ്കിൽ ബേസ്, 7 ആണെങ്കിൽ ന്യൂട്രൽ. ശക്തമായ ഒരു ആസിഡിന് ഉദാഹരണം സൾഫ്യൂറിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഒരു ലായനി ബേസിക് ആണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായിരിക്കും. ചുവപ്പിനെ അത് എന്താക്കി മാറ്റും? നീലയാക്കി മാറ്റും. രക്തത്തിൽ pH മൂല്യം ഏകദേശം എത്രയാണ്? 7.4 ആണ്. രക്തത്തിന് ചെറുതായ ബേസിക് സ്വഭാവം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. എൻ്റെ വിശദമായ നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ഇവിടെ ഇലകൾ കത്തിക്കുന്നത് രാസമാറ്റമാണ്. മുന്തിരിയുടെ അഴുകൽ രാസമാറ്റമാണ്. പുതിയതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത് രാസമാറ്റമാണ്. ജലം ഐസാകുന്ന പ്രക്രിയ ഭൗതിക മാറ്റം. അപ്പൊ ഇവിടെ രാസപ്രവർത്തനത്തെ കാണിക്കാത്തത് ജലം ഐസാകുന്ന പ്രക്രിയയാണ്. എന്താണ് ഭൗതിക മാറ്റവും രാസമാറ്റവും? ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ രൂപത്തിൽ ഒരു കടലാസ് എടുത്തു. ആ കടലാസിനെ നമ്മൾ കഷ്ണങ്ങളാക്കി കീറി അതിന്റെ രൂപത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. അതല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയിൽ നമ്മളൊരു ഐസിന്റെ കട്ടെടുത്ത് അതിനെ ചൂടാക്കി ഐസ് ജലമായിട്ട് മാറി. അപ്പം അത് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കായി മാറി. ഇങ്ങനെ ഒന്നിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഭൗതികാവസ്ഥയിലോ വരുന്ന മാറ്റത്തെയാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രാസഘടനയിൽ മാറ്റം വരില്ല. രാസഘടനയിൽ ഒറ്റ മാറ്റം വരില്ല. അതായത് മറ്റേ ഐസ് വെള്ളമാകുമ്പോൾ ഐസും H2O ആണ്, വെള്ളവും H2O ആണ്. ഒരു മാറ്റവും വന്നില്ല. തിരിച്ചു വരാക്കുന്ന മാറ്റങ്ങളാണ്. തണുപ്പിച്ച ഐസാക്കി മാറ്റാം. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുമില്ല അതിന്ന്. ഇപ്പം വെള്ളം ഐസായി മാറുക, കടലാസ് മുറിക്കുക, മെഴുകുതിരി ഉരുകുക. മെഴുകുതിരി ഉരുകുന്നത് എന്തിന് ഉദാഹരണമാണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. പക്ഷെ മെഴുകുതിരി കത്തുമ്പോൾ അവിടെ രാസമാറ്റവും നടക്കുന്നുണ്ട്. മെഴുകുതിരി ഉരുകുന്നത് മാത്രമാണ് ഭൗതിക മാറ്റത്തിന് ഉദാഹരണം. മെഴുകുതിരി കത്തുമ്പോൾ അവിടെ എന്തും നടക്കുന്നുണ്ട്? രാസമാറ്റവും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അവിടെ രാസമാറ്റവും നടക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പം ജലം തിളപ്പിക്കുക, ഐസ് ഉരുകുക, മരം മുറിക്കുക, ഗ്ലാസ് പൊട്ടുക, ഉപ്പ് വെള്ളത്തിൽ ലയിക്കുക. എന്നാൽ രാസമാറ്റമോ? അതൊരു പദാർത്ഥം പുതിയ പദാർത്ഥങ്ങളായി മാറും.
ഒരു പദാർത്ഥം പുതിയ പദാർത്ഥങ്ങളായി മാറും. അവസ്ഥ അല്ല മാറുന്നത്, രൂപം മാത്രമല്ല, ചിലപ്പോൾ രൂപവും മാറും, രൂപം മാത്രമല്ല മാറുന്നത്, പുതിയ പദാർത്ഥങ്ങൾ മാറും. അപ്പൊ അവിടെ പുതിയ പദാർത്ഥങ്ങൾ രൂപം കൊള്ളുന്നു, രാസഘടനയിൽ മാറ്റം വരുന്നു, തിരിച്ചു വരാൻ പ്രയാസമുള്ള മാറ്റങ്ങളാണ്. ഇപ്പൊ ഇരുമ്പ് തുരുമ്പിക്കുന്നത് രൂപമാറ്റല്ലേ, അല്ല മറ്റേ എന്താണ്, അവിടെ പുതിയ പദാർത്ഥമാണ്, ഇരുമ്പ് തുരുമ്പുണ്ടാവുകയാണ്. തീ കത്തുമ്പോൾ ചാരമുണ്ടാവും, വിറക് കത്തുമ്പോഴൊക്കെ ചാരമുണ്ടാവും. പാൽ പുളിച്ച് തൈരാവുന്നു, ഫെർമെന്റേഷൻ. തീ കത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പമുണ്ടാക്കുക, വിറകു കത്തുക, പാൽ തൈരാകുക, ആഹാരം ദഹിക്കുക, മെഴുകുതിരി കത്തുക. തിരി കത്തുന്നത്, മെഴുകുതിരിയുടെ തിരി കത്തുന്നത് എന്തിനു ഉദാഹരണമാണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. മെഴുകുതിരി ഉരുകുന്നത് എന്തിന് ഉദാഹരണമാണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇലകൾ കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇലകൾ കത്തി ചാരവും കാർബൺ ഡൈ ഓക്സൈഡും പോലെയുള്ള പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകും, രാസമാറ്റം. മുന്തിരിയുടെ അഴുകൽ എന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷനാണ്. അവിടെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തന ഫലമായി മുന്തിരിയിലെ പഞ്ചസാര ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. പഠിച്ചു വെച്ചോളൂ, ഇത് പുസ്തകത്തിലുള്ളതാണ്. മുന്തിരി അഴുകുമ്പോൾ മുന്തിരിയിലെ പഞ്ചസാര എന്തായിട്ട് മാറുന്നു? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു, രാസമാറ്റം. പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത് വാഴപ്പഴത്തിലെ എൻസൈമുകൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് പുതിയ തവിട്ട് നിറമുള്ള സംയുക്തം ഉണ്ടാകുന്നു, അത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. എന്നാൽ ജലം ഐസാകുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അവസ്ഥാമാറ്റമാണ്. അവിടെ ദ്രാവകം ഖരമായിട്ട് മാറുകയാണ്, അവസ്ഥയിലാണ് മാറ്റം, ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇത് ഭൗതിക മാറ്റമാണ്. അപ്പോൾ രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് എന്നുള്ളത് കൊണ്ട് അവിടെ ജലം ഐസാവുന്നതാണ്. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റത്തിന് ഉദാഹരണം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഭൗതിക മാറ്റമല്ല, രാസമാറ്റമാണ്. പാൽ തൈരാകുന്നത് ഫെർമെന്റേഷനാണ്. പാലുമായി ബന്ധപ്പെട്ട കാര്യം ഓർക്കണം. പാല് തൈരാകുന്നത് ഈ ഉദാഹരണത്തിൽ വന്നിട്ടില്ല, പറയാം. പാല് തൈരാക്കുന്ന ബാക്ടീരിയനെ ഓർത്തു വെക്കണം, ഇവിടെ ചേർത്തിട്ടുണ്ട്. പാല് തൈരാകുന്നത് ഫെർമെന്റേഷൻ ഉദാഹരണമാണ്. ആഹാരം ദഹിക്കുന്നത് ഒക്കെ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. എന്നാൽ മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്, അവിടെ അവസ്ഥാമാറ്റമാണ് സംഭവിക്കുന്നത്. എന്നാൽ മെഴുകുതിരി കത്തുന്നത് രാസമാറ്റമാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്തു മാറ്റമാണ്? രാസമാറ്റം. മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? മെഴുകുതിരി കത്തുമ്പോൾ തിരി കത്തുന്നുണ്ട്, മെഴുകുരുകുന്നുണ്ട്. തിരി കത്തുന്നത് രാസമാറ്റവും മെഴുകുതിരി ഉരുകുന്നത് ഭൗതിക മാറ്റവുമാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഏതു തരം ഊർജ്ജമാറ്റത്തിന് ഉദാഹരണമാണ്? അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജം രാസോർജമായിട്ട് മാറുന്നു, പ്രകാശോർജം രാസോർജമായി മാറുന്നു. ഇതൊരു രാസമാറ്റമാണ്. പാൽ തൈരായി മാറുന്ന പ്രക്രിയ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അവിടെ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ഫെർമെന്റേഷൻ നടക്കുകയാണ്. എന്താണ്? ലാക്ടോബാസിലസ് എന്നാണ് അതിൻ്റെ ഉദാഹരണം. അപ്പോൾ നമുക്കറിയാലോ, ലാക്ടോജൻ എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ വലിയ പാൽപ്പൊടിയാണ്. ആ ലാക്ടോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയുടെ പ്രവർത്തനമാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റമാണ്. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റമാണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഉദാഹരണമാണ്? ഈ വായുകുമിളകൾ താഴത്തുനിന്ന് മുകളിലേക്ക് വരുമ്പോൾ വലുതായി മാറും. ഇത് ബോയിൽ നിയമത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പം എന്താ ബോയിൽ നിയമം എന്ന് നമുക്ക് നോക്കാം. വാതക നിയമങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം നമ്മൾ ബോയിൽ നിയമം ഓർക്കുക. അതായത് ഒരു വായുകുമിള ജലാശയത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ വികസിച്ചു വരും. ചെറിയ ചെറിയ കുമിള വലുതായി വരും. ഇത് ബോയിൽസ് ലോയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടുള്ളത്? ജലത്തിൻ്റെ അടിയിലായിരിക്കുമ്പോൾ നല്ല മർദ്ദമായിരിക്കും. നല്ല മർദ്ദമായതുകൊണ്ട് തന്നെ വായുകുമിള ചെറുതായിരിക്കും. ജലത്തിൻ്റെ മുകളിലേക്ക് വരുംതോറും, ജലോപരിതലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും അതിൻ്റെ മർദ്ദം കുറയും. അപ്പോൾ വായുകുമിള വികസിക്കും. അപ്പോൾ മുകളിലേക്ക് വരുംതോറും വ്യാപ്തം കൂടും. വികസിക്കുക എന്ന് പറഞ്ഞാൽ വ്യാപ്തം കൂടുക. ബോയിൽ നിയമം എന്താണ് പറയുന്നത്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അതിന്മേലുള്ള മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത്
വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിപരീതാനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിപരീതാനുപാതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും, ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ അല്ലേ, ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും നിങ്ങളുടെ ആരോഗ്യം കുറയും എന്ന് പറയാം പല കാര്യത്തിലും. അപ്പോൾ അവിടെ പ്രായവും ആരോഗ്യവും ഒരു 35 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞാൽ വിപരീതാനുപാതത്തിലാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാം, പ്രായം കൂടുന്തോറും പക്വത കൂടും. നമുക്ക് നേർ അനുപാതമാണെന്ന് പറയാം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. ഇവിടെ വിപരീത അനുപാതമാണ്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, എന്നാൽ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. അത് ഓർത്തിരിക്കുക. ഇതാണ് ബോയിൽ നിയമം. അപ്പോൾ ബോയിൽ നിയമത്തിനൊരു സമവാക്യമുണ്ട്. ഈ സമവാക്യം പ്രഷറിനെ പി എന്നും വോള്യത്തെ വി എന്നും വിളിച്ചാൽ, ഇങ്ങനെ രണ്ടെണ്ണം തന്നാൽ വിപരീതാനുപാതമാണെങ്കിൽ ഫോർമുല പി വി എന്നായിരിക്കും, അല്ലെങ്കിൽ പി പ്രൊപ്പോർഷണൽ ടു 1/v എന്നായിരിക്കും. എന്നാൽ വിപരീതാനുപാതമായിരുന്നു എങ്കിൽ, ഇപ്പം എയും ബിയും വിപരീത അനുപാതത്തിലാണെങ്കിൽ അവിടെ ഫോർമുല വരിക a/b എന്നാണ്. വിപരീതാനുപാതത്തിലാണെങ്കിൽ എ ബി, നേർ അനുപാതത്തിലാണെങ്കിൽ a/b. ആ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇവിടെ പ്രഷറും വോള്യവുമാണ്, വിപരീതാനുപാതമാണ്, അപ്പം പി വി ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഫോർമുല എന്താ വരിക? പി വി. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. ഇവിടെ വായു കുമിളകളുടെ മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുന്നു. പലതരത്തിലുള്ള നിയമങ്ങളിൽ ബോയിൽ നിയമം, ആ ബോയിൽ നിയമം ഞാൻ പറഞ്ഞു. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിന്മേലുള്ള മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ബോയിൽ നിയമമാകട്ടെ, ചാൾസ് നിയമമാകട്ടെ, അവോഗാഡ്രോ നിയമമാകട്ടെ, ഈ 3 നിയമത്തിലും വ്യാപ്തമുണ്ട്, ഓർക്കുക. ബാക്കിയുള്ള ആളുകളെ മാറും. അത് ബോയിൽ നിയമത്തിൽ വ്യാപ്തവുമുണ്ട്, പ്രഷറുമുണ്ട്, മർദ്ദവുമുണ്ട്. അവിടെ താപനിലയാണ് സ്ഥിരം. അപ്പോൾ മർദ്ദം വി, പ്രഷർ പി. ഇത് വിപരീത അനുപാതത്തിലായതുകൊണ്ട് പി വി, പി പ്രൊപ്പോർഷണൽ ടു 1/v. അതല്ലെങ്കിൽ ഫോർമുല എങ്ങനെയായിരിക്കും? P1 V1 = P2 V2, അല്ലെങ്കിൽ പി വി ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള നിലയിൽ വരും. ഒരു ബലൂൺ അമർത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നത്. ഇനി ചാൾസ് നിയമം. ഞാൻ പറഞ്ഞു എല്ലാ വാതക നിയമങ്ങളിലും അവിടെ വ്യാപ്തമുണ്ട്. ചാൾസ് നിയമത്തിൽ വ്യാപ്തമുണ്ട്. മറ്റാരാ പുതുതായിട്ട് വരിക? ഇപ്പം ഇവിടെ മർദ്ദം സ്ഥിരമായി, ടെമ്പറേച്ചർ മാറും. പക്ഷേ ചാൾസ് നിയമം എങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ്. അതായത് നിങ്ങൾ വെയിലത്ത് ഒരു ബലൂൺ കൊണ്ടുവയ്ക്കുക. വെയിലത്ത് ബലൂൺ കൊണ്ടുവച്ചാൽ അത് വികസിക്കും. കാരണം എന്താ? അതിൻ്റെ ടെമ്പറേച്ചർ കൂടി. വികസിച്ചു എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലം വേണം, അപ്പം വ്യാപ്തവും കൂടി. ഒരു വസ്തുവിന് നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പം വ്യാപ്തം കൂടും, ടെമ്പറേച്ചറും കൂടും. ഇത് നേർ അനുപാതത്തിലാണ്. അവിടെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ കേവല താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. T in Kelvin. അവിടെ ടെമ്പറേച്ചർ കെൽവിനിലാണ്. ബന്ധം V പ്രൊപ്പോർഷണൽ ടു T. ഞാൻ നേരത്തെ പറഞ്ഞു V/T ആണ് അവിടെ വരിക നേർ അനുപാതത്തിലാണെങ്കിൽ. താപനില എപ്പോഴും കെൽവിൻ സ്കെയിലിൽ ആയിരിക്കണം. വെയിലത്ത് വെച്ചിരിക്കുന്ന ഒരു ഫുട്ബോളിൻ്റെയോ ടയറിൻ്റെയോ വലിപ്പം ചെറുതായി വർദ്ധിക്കും. അവോഗാഡ്രോ നിയമം, അവിടെയും വ്യാപ്തമുണ്ട്. ഇനി മർദ്ദം നമ്മൾ നോക്കി, അത് ബോയിൽ നിയമമാണ്. ടെമ്പറേച്ചർ നമ്മൾ നോക്കി, ചാൾസ് നിയമമാണ്. ഇനിയുള്ളത് എണ്ണമാണ്. ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ നേരെയാണ്. എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടും, പക്ഷേ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കണം. ബന്ധം V പ്രൊപ്പോർഷണൽ ടു N. കണ്ടുവോ? അവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ. എല്ലായിടത്തും വോള്യം ഉണ്ട്. അപ്പോൾ ബോയിൽസ് ലോയിലാണെങ്കിലും ചാൾസ് ലോയിലാണെങ്കിലും അവോഗാഡ്രോ നിയമത്തിലാണെങ്കിലും അവിടെ വോള്യമുണ്ട്. അവിടെ ബോയിൽസ് ലോയിൽ ആര് വരുന്നു? ബോയിൽസ് ലോയിൽ ആരാ വരുന്നത്? മർദ്ദം. ചാൾസ് ലോയിൽ ആരാ വരുന്നത്? ടെമ്പറേച്ചർ. അവോഗാഡ്രോ ലോയിൽ തന്മാത്രകളുടെ എണ്ണം. എല്ലായിടത്തും വോള്യമുണ്ട്. ബോയിൽ ലോ മാത്രമാണ് വിപരീതാനുപാതം. മറ്റ് രണ്ടും എന്താണ്? നേരനുപാതമാണ്. നേരനുപാതമാണെങ്കിൽ ഹരിച്ചാൽ ആണ് ഫോർമുല. അതേസമയം വിപരീതാനുപാതമാണെങ്കിൽ ഗുണിക്കുമ്പോഴാണ് ഫോർമുല. അപ്പോൾ ഇവിടെ V പ്രൊപ്പോർഷണൽ ടു N ആണ്.
അപ്പോൾ അവിടെ എന്താ പറയുമ്പോൾ ഒരു മോൾ ഏതൊരു വാതകത്തിൻ്റെയും, ഒരു മോൾ എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കാനുള്ള ഒന്നാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ അവോഗാഡ്രോ നമ്പറൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ. ഒരു മോൾ ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? ഏതൊരു വാതകം എടുത്താലും 22.4 ലിറ്റർ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഈ 22.4 ഒക്കെ എളുപ്പമാണ് കേട്ടോ. 2.4 കണ്ടുവോ? 2.4 എന്ന് ഓർത്ത് വെച്ചാൽ മതി. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ബോയിൽ നിയമം. പ്രഷർ കുക്കറിൽ ആഹാരം വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നതിന് കാരണം ഉയർന്ന മർദ്ദത്തിൽ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നു. ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വ്യാപ്തം എത്രയാണ്? ഏതാ കാർബൺ ഡൈ ഓക്സൈഡോ ഓക്സൈഡോ എന്തോ ആയിക്കോട്ടെ, ഒരു മോൾ 22.4 ലിറ്റർ ആണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം, വ്യാപ്തവും താപനിലയും നമ്മൾ ചാൾസ് നിയമമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോക്കസ് ചാൾസ് ആണെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കുമ്മായം എന്താണ് എന്ന് നമുക്ക് നോക്കാം. കാൽസ്യം കാർബണേറ്റ് ആണ് കാരണം. കുമ്മായം അടിച്ച ചുമരിൽ തിളക്കം കാണപ്പെടുന്നതിന് കാരണം കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതോടുകൂടി നമ്മൾ പുതിയൊരു ചോദ്യ പേപ്പറിലേക്ക് കടന്നു. അത് നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറാണ് നോക്കിയത്. ഇനി ഒരു പുതിയ ചോദ്യ പേപ്പറാണ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ പ്രവർത്തനം എന്താ? ചുവരുകളിൽ കുമ്മായം പൂശി 2 ദിവസം കഴിയുമ്പോൾ ഒരു നല്ല തിളക്കം ലഭിക്കുന്നതിന് കാരണം അവിടെ എന്തുണ്ടാകുന്നു? കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു കോട്ട് ഉണ്ടാക്കുന്നു. അപ്പം ചുണ്ണാമ്പ് വെള്ളം തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കുമ്മായം പൂശാനായി ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പ് വെള്ളമാണ്. പണ്ടത്തെ രീതിയാണ്, നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എനിക്കൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ട്. എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ തറവാട്ടിലൊക്കെ അതിന് പണ്ടൊരു വലിയ പാത്രം, ഒരു മണ്ണിൻ്റെ സാധനം തന്നെ ഉണ്ടായിരിക്കും. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് ഇതിൻ്റെ ഈ കുമ്മായം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വിളിക്കുന്ന ഒരു സാധനം കൊണ്ടുപോയിട്ട് അതിലിടും. അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിന് തിളയ്ക്കാൻ തുടങ്ങും, നീരാവിയൊക്കെ വരും. അപ്പം അതിന് പാത്രം അവിടെ സ്ഥിരം ഉണ്ടാവും. ആ കാലാകാലങ്ങളായിട്ട് നമുക്ക് ഒരു മണ്ണിൻ്റെ എന്തോ ഒന്നിൻ്റെയാണ്, ചെറിയ ഓർമ്മ ഉണ്ട്. അതിൻ്റെ പുറത്തൊക്കെ ചാണകമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള സംഭവം ആണ്. അപ്പോൾ അവിടെ ഇതിന് രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. ഇതിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം മറക്കരുത്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ഇത് നീറ്റ് കക്കയെ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. ക്യുക്ക് ലൈം എന്ന് പറയും. നീറ്റ് കക്കേനെ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത്. CaO ആണ് നീറ്റുകക്ക, H2O ആണ് എന്തെന്ന് പറയുന്നത്? ജലം. ഈ നീറ്റ് കക്കയിലേക്ക് ജലം കണ്ട് ഒഴിച്ചാൽ തന്നെ തിളയ്ക്കുന്നത് കാണാം. അപ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡും താപവുമാണ് ഉണ്ടാവുക. നീറ്റ് കക്കയിലേക്ക് ജലം എടുത്താൽ കാൽസ്യം ഹൈഡ്രോക്സൈഡും താപവും ഉണ്ടാവും. നല്ല ചൂട് ഇങ്ങനെ പുറത്തേക്ക് പോണത് കാണാം. എന്നിട്ട് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലായനി നമ്മൾ ചുമരിൽ പൂശും. ചുവരിൽ പൂശിയ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി കാൽസ്യം കാർബണേറ്റ് ഒരു നേർത്ത പാളി ചുവരിൽ രൂപപ്പെടുന്നു. ഇതോടൊപ്പം ജലവും ഉണ്ടാകുന്നു. അത് ബാഷ്പീകരിച്ചു പോകുന്നു. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് തിളക്കം നൽകുന്നത്. അപ്പം 3 ഘട്ടമാണ്. ആദ്യം നീറ്റ് കക്ക, ആ നീറ്റ് കക്കയിലേക്ക് ജലം ചേർത്തു. അപ്പം നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡും താപവും കിട്ടി. ആ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് പിന്നീട് നമ്മൾ ചുമരിൽ പൂശുക, കുമ്മായം എന്നുള്ള പേര്. മറ്റേത് നീറ്റ് കക്ക. നീറ്റ് കക്ക എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലായനിയാണ് നമ്മൾ ചുവരിൽ പൂശുന്നത്. ചുവരിൽ പൂശിയ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽസ്യം കാർബണേറ്റ് കിട്ടും. നമുക്ക് എന്താ കിട്ടുക? കാൽസ്യം കാർബണേറ്റ്. ജലവും കിട്ടും. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് പ്ലസ് ജലം, പുതുതായി രൂപപ്പെട്ട ഈ കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിൻ്റെ രാസവസ്തു. മാർബിളിലും അവിടെ കുമ്മായത്തിന് തിളക്കല്ലേ, മാർബിളിന് തിളക്കല്ലേ? മാർബിളിലുള്ളതും ഈ കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇത് വെള്ള നിറത്തിൽ കട്ടിയുള്ളതും തിളക്കമുള്ളതുമായ ഒരു പാളിയാണ്. ഈ പാളി രൂപപ്പെടുന്നത് കൊണ്ടാണ് ചുവരുകൾക്ക് നല്ല നിറം ലഭിക്കുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നീറ്റ് കക്ക CaO. ചുണ്ണാമ്പ് വെള്ളമാവുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡായി. നീറ്റ് കക്ക എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡാണ്, അവിടെ ഹൈഡ്രജൻ ഇല്ല.
മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ആണ്. ചോക്ക്, മുട്ടത്തോട്, ചുണ്ണാമ്പുകല്ല് എന്നിവയും ഇവിടെ രാസനാമവും തന്നെയാണ്. ചോക്കിൻ്റെയോ മുട്ടത്തോടിൻ്റെയോ അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ലിൻ്റെയൊക്കെ രാസനാമം ചോദിച്ചാൽ നിങ്ങൾ മാർബിളിന്റെ രാസനാമം തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോയി കഴിഞ്ഞാൽ അതിന് പാലിന്റെ നിറം ഉണ്ടാവും. കാരണം കാൽസ്യം കാർബണേറ്റ് ഉണ്ടായി. ആ കാൽസ്യം കാർബണേറ്റ് തന്നെയാണ് മാർബിള്. അതന്നെയാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, നമ്മുടെ ചുമരിന്റെ മുകളിൽ ഉണ്ടാവുന്ന പാളി. അതന്നെയാണ് ചോക്ക്, അത് തന്നെയാണ് മുട്ടത്തോട്, അത് തന്നെയാണ് ചുണ്ണാമ്പുകല്ല്. കുമ്മായത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ താപം പുറത്തുവിടുന്ന പ്രവർത്തനം ഏതുതരം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? താപമോചക പ്രവർത്തനം. അവിടെ താപം പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ താപമോചക പ്രവർത്തനമാണ് താപം ഉണ്ടാകുന്ന പ്രവർത്തനം. ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് അമിതമായി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ പാൽ നിറം അപ്രത്യക്ഷമാകുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? കാൽസ്യം ബൈകാർബണേറ്റ് ഇത് ജലത്തിൽ ലയിക്കുന്ന പദാർത്ഥമാണ്. വല്ലാതെ കടത്തിവിട്ടാൽ ഇത് ജലത്തിലാണ്ട് ലയിക്കും. സിമന്റ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ചുണ്ണാമ്പുകല്ലാണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. ചുണ്ണാമ്പുകല്ല് അഥവാ കാൽസ്യം കാർബണേറ്റ് സിമന്റ് നിർമ്മാണത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്, ചുണ്ണാമ്പുകല്ല് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മാർബിൾ ചുണ്ണാമ്പുകല്ല് കാൽസ്യം കാർബണേറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? ഇരുമ്പ് എന്താണ് പറയുക, ഫയലിങ്ങുകൾ, ഇങ്ങനെ ഇരുമ്പിൻ്റെ ഈ പാളികളിൽ അത് അവിടെ നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് നിങ്ങൾക്ക് ഈ ഉദാഹരണം നിങ്ങൾ ഓർത്തു വെക്കേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ആസിഡും ബേസും കൂടി ചേർന്ന ലവണവും ജലവും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ലോഹങ്ങളും ആസിഡും. ആസിഡും ബേസും അല്ലേ നേരത്തെ പറഞ്ഞത്? ഇനി ലോഹങ്ങളും ആസിഡും. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകും. ലോഹം പ്ലസ് നേർപ്പിച്ച ആസിഡ്, അവിടെ ലവണവും ഹൈഡ്രജനും ഉണ്ടാകും. ആസിഡും ബേസും കൂടുമ്പോൾ ലവണവും ജലവും ഉണ്ടാകും. അതേസമയം നേർപ്പിച്ച ആസിഡും ലോഹവും തമ്മിൽ കൂടുമ്പോൾ ലവണവും ഹൈഡ്രജനവും ഉണ്ടാവും. ഇപ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവും. ഈ തത്വം അനുസരിച്ച് ഇരുമ്പ് ഒരു ലോഹമാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡുമാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഹൈഡ്രജൻ ഉണ്ടാകും എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഹൈഡ്രജൻ ഉള്ളത് നോക്കുക. ഇതാ കാണുന്നു, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇത് ജലമാണ്, H2O. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് ഉത്തരം A ആണ്. കണ്ടുവോ? അത്ര സിമ്പിളാണ്. എവിടുന്നാ അത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുന്നുണ്ട്, ഇരുമ്പ് വരുന്നുണ്ട്. അപ്പം ഇരുമ്പും ആസിഡും തമ്മിലാണ്. യെസ്, അപ്പം മനസ്സിലായല്ലോ. ഇങ്ങനെ എത്ര എളുപ്പമാണ്, നമ്മൾ വിചാരിക്കണത് പോലെയല്ല. അപ്പം ഇവിടെ ഇരുമ്പും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേരുമ്പോൾ അയൺ ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാവുക. ഇരുമ്പും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുമ്പോൾ അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പം എപ്പോഴും ആസിഡും ലോഹവും കൂടി ചേരുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും എന്നോർക്കുക. അയൺ ക്ലോറൈഡിന് ഫെറസ് എന്ന പേരുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രാസനാമം Fe എന്നാണ് വരിക. ഫെറസ് ക്ലോറൈഡ് അതാണ് ഇവിടെ രൂപപ്പെടുന്ന ലവണം. ഹൈഡ്രജൻ വാതകം ഇത് കുമിളകളായി പുറത്തു വരും. ഈ കുമിളകളായി പുറത്തു വരുന്ന ഹൈഡ്രജനെ നമ്മൾ തിരിച്ചറിയാൻ, നമ്മളിപ്പോൾ ടെസ്റ്റ് ട്യൂബിലൊക്കെയാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജനെ നമ്മൾ തിരിച്ചറിയാൻ നമ്മളൊന്ന് തീ കത്തിച്ചു കൊടുക്കും. അപ്പോൾ പോപ്പ് എന്നുള്ള ശബ്ദത്തോടു കൂടി അത് കത്തും. അപ്പോൾ പോപ്പ് എന്നുള്ള ശബ്ദത്തോടു കൂടി കത്തുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ടായതെന്ന് ഓർക്കുക. അപ്പോൾ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ശരി ഉത്തരം അത് പോട്ടെ. അവിടെ ചെറിയൊരു തെറ്റുണ്ട്, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉത്തരം എഴുതാനുള്ള പോയിന്റൊക്കെ അവിടെ ഉണ്ട്. ഇനി ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നൊരു ശ്രേണിയുണ്ട്. ഇത് അപൂർവമായിട്ടാണെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ്. എല്ലാ ലോഹങ്ങളും ആസിഡുകളുമായി ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ലോഹങ്ങളുടെ ക്രിയാശീലം അനുസരിച്ചിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. റിയാക്ടിവിറ്റി ലോഹങ്ങളുടെ ക്രിയാശീലം അനുസരിച്ച്. ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലുള്ള ലോഹങ്ങൾക്ക് നേർപ്പിച്ച ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിയും. അവിടെ ഹൈഡ്രജൻ ഉണ്ടാവണമെങ്കിൽ ക്രിയാശീല ശ്രേണിയിൽ അത് ആ ലോഹങ്ങൾ ഹൈഡ്രജന് മുകളിലാവണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് മുകളിലാണ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, ഇരുമ്പ്, ലെഡ്. ഇതിന് നോട്ട് വരും, അപ്പോൾ നിങ്ങൾ നന്നായി നോക്കിയാൽ മതി. അതിന് താഴെയാണ് ചെമ്പ്, വെള്ളി, സ്വർണം. അപ്പം ചെമ്പ്, വെള്ളി, സ്വർണം ഇതിൻ്റെ അടുത്തൊന്നും ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പരിപാടി നടക്കില്ല. അതൊരു വേറെ ചോദ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്.
ചെമ്പും വെള്ളി സ്വർണവുമൊക്കെ ഹൈഡ്രജനേക്കാൾ താഴെയാണ് ക്രിയാശീല ശ്രേണിയിൽ റിയാക്ടിവിറ്റി. അപ്പം ഇരുമ്പ് ഹൈഡ്രജന് മുകളിലായതുകൊണ്ട് അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ പുറത്തുവിടും. കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ ലോഹങ്ങൾ ഹൈഡ്രജന് താഴെയായതിനാൽ അവ നേർപ്പിച്ച ആസിഡുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കാത്ത ലോഹം ഏത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതാണെന്ന് ഓർക്കണം. അത് സാധാരണയായിട്ട് ഏതൊക്കെയാണ്? കോപ്പർ, സ്വർണം, വെള്ളി. ഇവിടെ ചെമ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ടതാണ്. പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകം ഏത്? ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജനാണ്. ഹൈഡ്രജനെ തിരിച്ചറിയാനുള്ള പരീക്ഷണമാണ്. ആസിഡുകളുടെ രാജാവാണ് സൾഫ്യൂറിക് ആസിഡ്. സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം അത് അക്വാ റീജിയ എന്ന് പറയും. ആ റീജിയ എന്നുള്ളടത്ത് രാജകീയ എന്നും കൂടി ഉണ്ട്. അതുകൊണ്ട് രാജകീയ ദ്രാവകം എന്നും പറയപ്പെടും. അത് സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളെ എന്ത് ചെയ്യും? ലയിപ്പിക്കും. സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ എന്നിവയെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതുക. ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നോക്കി നിങ്ങൾ പഠിച്ചു വെക്കണം. മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം. സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? അത് 10 പേടിക്കേണ്ട. നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. ഷെല്ലുകളും സബ്ഷെല്ലുകളും ഇടയ്ക്കിടയ്ക്ക് PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഊർജ്ജ നിലകളിലൂടെ സഞ്ചരിക്കുന്നു. ഈ ഊർജ്ജ നിലകളെയാണ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഷെല്ല് എന്ന് മനസ്സിലായല്ലോ. ബോർ ആറ്റം മാതൃക, പല ആറ്റം മാതൃകയും ഉണ്ടായിട്ടുണ്ട്. അതിൽ നീൽസ് ബോർ പ്രസ്താവിച്ച ഒരു ആറ്റം മാതൃകയാണ്. മാതൃക എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ, നമുക്ക് കാണാനൊന്നും പറ്റില്ല, അതിനെ മനസ്സിലാക്കാനുള്ളൊരു മോഡൽ. കാര്യം മനസ്സിലായല്ലോ. ആ മോഡല് അതിൽ ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഊർജ്ജ നിലകളിലൂടെ സഞ്ചരിക്കുന്നു. ഈ ഊർജ്ജ നിലകളെയാണ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇപ്പം എന്താ ഷെല്ല് എന്ന് പറഞ്ഞാൽ? കണ്ടോ, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണിത്. ആ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രോട്ടോണും ഉണ്ടായിരിക്കും, ന്യൂട്രോണും ഉണ്ടായിരിക്കും. ന്യൂക്ലിയസിൽ ആരെല്ലാം ഉണ്ടായിരിക്കും? പ്രോട്ടോണും ഉണ്ടായിരിക്കും, ന്യൂട്രോണും ഉണ്ടായിരിക്കും. അതിന് ചുറ്റും നിശ്ചിത ഊർജ്ജ നിലകളുണ്ട്. ഈ ഊർജ്ജ നിലകൾക്കിടയിൽ ഒരു നിശ്ചിത ഊർജ്ജ നില, ഇപ്പോൾ ഇത് 1.5 എന്ന് വിളിക്കാൻ വെച്ചോളൂ, അവിടെ ഇലക്ട്രോൺ കാണില്ല. നിശ്ചിത ഊർജ്ജ നിലകളിലേ കാണുള്ളൂ. ആ നിശ്ചിത ഊർജ്ജ നിലകളെയാണ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ആ ഷെല്ലുകളിലായിരിക്കും ഇലക്ട്രോണുകൾ. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ഓർത്തു വയ്ക്കുക. എന്താണ് ഷെല്ലുകൾ എന്ന് പറയുന്നത്? ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? നിശ്ചിത ഊർജ്ജ നിലകളിലൂടെ സഞ്ചരിക്കുന്നു. ഈ ഊർജ്ജ നിലകളാണ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഷെല്ലുകളെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് 1, 2, 3, 4 എന്നിങ്ങനെ അക്കങ്ങൾ കൊണ്ടോ KLMN എന്നീ അക്ഷരങ്ങൾ കൊണ്ടോ സൂചിപ്പിക്കുന്നു. ഷെല്ലുകളുടെ ഊർജ്ജ നില കൂടി വരും പുറത്തേക്ക് പോകുന്തോറും. അങ്ങനെയുള്ള ഷെല്ലുകളെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്രമത്തിൽ 1, 2, 3, 4 എന്നോ അല്ലെങ്കിൽ KLMN എന്നോ വിളിക്കും. അങ്ങനെ KLMN എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. ആ ഷെല്ലുകൾക്ക് കൊടുത്തൊരു പേരാണ്. KLMN എന്നോ 1, 2, 3, 4 എന്നോ കൊടുക്കും. ക്ലിയർ ആണല്ലോ അത്രയും ഭാഗം? ഇനി അവിടെ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? അത് ചോദിക്കാറുണ്ട്. അതാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? എൻ്റെ സ്ക്രീൻ ഇങ്ങോട്ട് കിട്ടുന്നില്ലേ? ഒരു മിനിറ്റ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ, അതിനൊരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യമാണ് 2n². ഒരു ഷെല്ലിൽ ഇത്ര ഇലക്ട്രോണുകളെ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2n². അതായത് എന്താണ് ഈ 2n² എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, അവിടെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഈ ഊർജ്ജ നിലകളെ 1, 2, 3, 4 ഈ ഷെല്ലുകൾക്കുള്ള നമ്പറാണ്, അല്ലെങ്കിൽ KLMN. അപ്പം കെയുടെ വില 1 ആണ്. ആ 1 എന്നുള്ള കെയിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്നറിയാൻ നമ്മൾ ഈ സൂത്രവാക്യം നോക്കിയാൽ മതി. 2n². അവിടെ n-ന്റെ വില 1 ആണ്.
അപ്പോൾ 2 × 1 സ്ക്വയർ സമം 2 × 1 സമം 1. ഇതാണ് ആ സൂത്രവാക്യം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കെയിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എല്ലിൻ്റെ വില 2 ആണ് അല്ലേ? അപ്പോൾ 2n സ്ക്വയർ. അവിടെ എന്നിൻ്റെ വില 2 എന്ന് കൊടുക്കുക. 2 × 2 സ്ക്വയർ 2 × 4 8. എമ്മിൽ എത്രയാണ്? എം എടുക്കുമ്പോൾ എമ്മിൻ്റെ വില 3 ആണ്. 2 × 3 സ്ക്വയർ 2 × 9 സമം 18. ഇനി n എന്താണ്? 4 ആണ്. അപ്പോൾ എന്താ വരിക? 2 × 4 സ്ക്വയർ 2 × 16 സമം 32. അപ്പോൾ അവിടെ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം അത്രേ പറ്റുള്ളൂ. അതിനുള്ള സൂത്രവാക്യമാണ് 2n സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. എന്ത് ബുദ്ധിമുട്ടുള്ളത്? എന്താണ് സബ് ഷെല്ലുകൾ? ഇനി ഓരോ പ്രധാന ഊർജ്ജ നിലയിലും ഇപ്പം നമ്മൾ KLMN എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞ ഷെല്ലുകളില്ലേ, ആ ഓരോ പ്രധാന ഊർജ്ജ നിലയിലും ഒന്നോ അതിലധികമോ ഉപ ഊർജ്ജ നിലകൾ അഥവാ സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുക SPDF എന്നാണ്. ഓരോ ഷെല്ലിലും ഒന്നോ ഒന്നിലധികമോ ഊർജ്ജ നിലകൾ ഉണ്ടായിരിക്കും, ഉപ ഊർജ്ജ നിലകൾ ഉണ്ടായിരിക്കും. അതിനെ SPDF എന്നാണ് പറയുക. ആ SPDFിൽ S സബ് ഷെല്ലിൽ 2, ഇനി ഒരു 4 കൂട്ടുക. P സബ് ഷെല്ലിൽ 6, ഇനി ഒരു 4 കൂട്ടുക. D സബ് ഷെല്ലിൽ 10, F സബ് ഷെല്ലിൽ 14. മറ്റേതിന് 2n സ്ക്വയർ എന്നുള്ള ഫോർമുല. ഇവിടെ SPDFിൽ S 2 എടുക്കുക, പിന്നെ 4 കൂട്ടിയാൽ മതി. 2 4 6 അടുത്തത് 6 4 10, അതിൻ്റെ അടുത്തത് 10 4 14. ഓക്കെ, ഇതാണ് അവിടുത്തെ രീതി എന്ന് പറയുന്നത്. നിങ്ങളത് കണ്ടില്ല അല്ലേ? അത് ഞാൻ കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? അതായത് SPDF എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലുകളാണ്. അത് ഒരു ഉൾക്കൊള്ളാവുന്ന S സബ് ഷെല്ലിൽ 2 ആണ്. അതുപോലെ P എടുത്താൽ 6 ആണ്. ഈ SPDF എന്ന് പറഞ്ഞാൽ ഓരോ ഷെല്ലിലും വരുന്നതാണ്. ഓരോ ഷെല്ലിലുമുള്ള ഉപഷെല്ലുകളാണ് SPDF എന്ന് പറയുന്നത്. S 2 ആണ്, P 4 കൂട്ടുക, അപ്പോൾ 6 ഇലക്ട്രോണിനെ കൂട്ടും. Dയിൽ 6 4 10, Fൽ 10 4 14. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ സബ് ഷെല്ല് എന്നും കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. ഇപ്പോൾ ഇലക്ട്രോണിക് സബ് ഷെല്ല് കണ്ടു. ഇതാണ് ഇപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ ഓർബിറ്റ്. അവിടെ S സബ് ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ 2 ഇലക്ട്രോൺ. അടുത്തത് നമുക്കുള്ളത് L ഷെല്ലാണ്. അവിടെ N 2 ആണ്. അവിടെ എസും ഉണ്ടാവും, P ഉണ്ടാവും. എസിൽ 2, Pയിൽ 4. അടുത്തത് N ആണ്. അവിടെ 3 ആളുണ്ടാവും. SPDF, SPD 4ൽ SPDF. ഇതാണ് എന്തുമായി ബന്ധപ്പെട്ട ഭാഗം, അതുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പോൾ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളൊക്കെ പറഞ്ഞു. ആറ്റത്തിലെ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. 2n സ്ക്വയർ നോക്കുക. ഒരാറ്റത്തിലെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, M ഷെല്ലിൽ നിറയ്ക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം KLM എന്ന് പറഞ്ഞാൽ M 3 ആണ്. അപ്പോൾ 2 × 3 സ്ക്വയർ 2 × 9 18. P സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ന്ന് തുടങ്ങുക. Sൽ 2, Pയിൽ 4 കൂട്ടിയാൽ 6, Dയിൽ 6 4 10, Fൽ 10 4 14. S സബ് ഷെല്ലിൻ്റെ ആകൃതി ഒന്ന് ഓർത്തു വെച്ചോളൂ, ഗോളാകൃതിയാണ്. അത് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. S സബ് ഷെല്ലിന് ഒരു ആകൃതിയുണ്ട്, ഓരോന്നിനും ഓരോ ആകൃതിയുണ്ട്. S സബ് ഷെല്ലിൻ്റെ ആകൃതി ഗോളാകൃതിയാണ്. P സബ് ഷെല്ലിൻ്റെ ആകൃതി അതും പരീക്ഷ ഉണ്ട്, പുസ്തകത്തിലുണ്ട്, ഡംബൽ ആകൃതിയാണ്. P സബ് ഷെല്ലിന് ഡംബൽ, അങ്ങനെ ഉടുക്ക് പോലുള്ളൊരു സാധനം കാണാറില്ലേ, അതാണ് ഡംബൽ എന്ന് പറയുക. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഏതിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്നാണ് ചോദിച്ചത്. അവിടെ വരുന്നത് ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ഏതിനുള്ള? ടൈറ്റാനിയം ഓക്സൈഡ്. അപ്പം ധാതുക്കൾ, നമുക്ക് ആദ്യം ധാതുക്കൾ, ഇവിടെ ധാതു എന്നുള്ള പേര് വന്നിട്ടുണ്ട്. അസംസ്കൃത വസ്തു, ധാതു ഒക്കെയാണിത്. അവിടെ ധാതുക്കളെ നമുക്ക് നോക്കാം. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ, എർത്തിൻ്റെ ക്രസ്റ്റിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു നിശ്ചിത രാസഘടനയുള്ള അകാർബണിക സംയുക്തമാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പം ധാതുക്കൾ എന്ന് പറഞ്ഞാൽ അകാർബണിക സംയുക്തമാണ്, കാർബണികമല്ല. കാർബൺ അതിലൊരു കോമ്പൗണ്ട് അല്ല, അകാർബണിക സംയുക്തമാണ്. എവിടെ കാണപ്പെടുന്നു? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നു, സ്വാഭാവികമായി കാണപ്പെടുന്നു. അതിനൊരു നിശ്ചിത രാസഘടനയുണ്ട്. അപ്പം ധാതുവിനെ കുറിച്ച് ഓർക്കുക,
അകാർബണിക സംയുക്തമാണ്, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നു, ഒരു നിശ്ചിത രാസഘടനയുണ്ട്. സ്വാഭാവികമായി കാണപ്പെടുന്നതാണ് ധാതുക്കൾ, മനുഷ്യൻ നിർമ്മിക്കുന്നവയല്ല, നിശ്ചിത രാസഘടനയുണ്ട്. ഉദാഹരണമാണ് ഇതാണ് ചോദിക്കാറ്. ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, ക്വാർട്സ്, ഇതെല്ലാം ധാതുക്കളാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ കാണപ്പെടുന്ന ലോഹം അടങ്ങിയ ഏതാണ്ട് എല്ലാ വസ്തുക്കളെയും നമ്മൾ ധാതുക്കൾ എന്ന് വിളിക്കും. ലോഹമടങ്ങിയ ഏതെല്ലാം വസ്തുക്കളെയും. അപ്പം അതിൽ അയിരെന്താ? ഒരു ധാതുവിൽ നമുക്കറിയാം ലോഹമുണ്ട്. ആ ലോഹം എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വ്യാവസായികമായി വേർതിരിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പം അതിനെ അയിര് എന്ന് പറയും. എല്ലാ ധാതുക്കളിലും ലോഹമുണ്ട്. ആ ലോഹം നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഇരുമ്പ് അടങ്ങിയ ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പ് ഉണ്ടാക്കി കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ? പക്ഷെ അത് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അതിനെ അയിര് എന്ന് വിളിക്കില്ല, അതിനെ ധാതു എന്ന് വിളിക്കും. ധാതു ആണെങ്കിൽ അതിൽ ലോഹം ഉണ്ട്. പക്ഷെ അതിനെ അയിരെന്ന് വിളിക്കണമെങ്കിൽ അതിൽ നിന്ന് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റണം, വ്യാവസായികമായി വലിയ അളവിലും വേർതിരിച്ചെടുക്കാൻ പറ്റണം. അപ്പോഴാണ് അതിനെ അയിര് എന്ന് പറയുക. അപ്പം അയിരിൻ്റെ നിബന്ധനകൾ അതിനെ ഓർ എന്ന് പറയും. എളുപ്പത്തിലും ലാഭകരമായും, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ അയിരിലും ധാതുവാണ്, അതിൽ ലോഹമുണ്ട്. എന്നാൽ എല്ലാ ധാതുക്കളിലും അയിരല്ല. കാരണം ധാതുവിൽ ലോഹം ഉണ്ടെങ്കിലും അതിൽ നിന്ന് ആ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ എളുപ്പവുമാവണം, ലാഭവുമാവണം, വ്യാവസായിക അടിസ്ഥാനത്തിലുമാവണം. അപ്പോഴാണ് അതിന് അയിര് എന്ന് പറയുള്ളൂ. നമ്മൾ വേർതിരിച്ചെടുക്കുന്ന എല്ലാ അയിരുകളും യഥാർത്ഥത്തിൽ ഭൂമിയിൽ കാണപ്പെടുന്ന ധാതുക്കൾ തന്നെയാണ്. ഭൂമിയിലുള്ള എല്ലാ ധാതുക്കളിൽ നിന്നും നമുക്ക് ലാഭകരമായി ലോഹം വേർതിരിച്ചെടുക്കാനാവില്ല. ഉദാഹരണം അലുമിനിയം. അലുമിനിയത്തിൻ്റെ ധാതുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റും കളിമണ്ണും. ബോക്സൈറ്റിലും കളിമണ്ണിലും എന്തുണ്ട്? അലുമിനിയം ഉണ്ട്. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് വളരെ എളുപ്പമാണ്, ലാഭകരവുമാണ്. അതുകൊണ്ട് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ധാതുവുമാണ്. കളിമണ്ണിലും അലുമിനിയം ഉണ്ട്. കളിമണ്ണും അലുമിനിയത്തിൻ്റെ ധാതുവാണ്. ധാതുവാണ്. പക്ഷേ കളിമണ്ണിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ചെലവേറിയതും സങ്കീർണവുമാണ്. അതുകൊണ്ട് കളിമണ്ണിനെ അലുമിനിയത്തിൻ്റെ ധാതുവായി കണക്കാക്കുന്നു, പക്ഷെ അയിരായി കണക്കാക്കില്ല. ചില പ്രധാന ലോഹങ്ങളും അയിരുകളും ചോദിക്കും. അയേണിൻ്റെ ഇത് നോട്ട് തന്നിട്ടുണ്ടായിരിക്കും, നന്നായി പഠിക്കണം. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, അയേണാണ്. ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുക, ഹിമോഗ്ലോബിനിൽ ഇരുമ്പുണ്ട്, ഹേമറ്റൈറ്റിലും ഇരുമ്പുണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി, ഹേമ എന്ന് ഓർത്ത് വെച്ചാൽ മതി. മാഗ്നറ്റൈറ്റ് ഓക്കെ, മാഗ്നറ്റ് ഇരുമ്പുമായി ബന്ധമുണ്ടല്ലോ. അലുമിനിയത്തിൻ്റെ ഒരു ബോക്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി, അലുമിനിയം ബോക്സൈറ്റ്. കോപ്പർ പെറൈറ്റൈസും മാലക്കൈറ്റും, ചെമ്പ് കൊണ്ടുള്ള മാല എന്നോർത്ത് വെച്ചാൽ മതി. സിങ്ക് ബ്ലെൻഡ്, കലാമൈൻ. മെർക്കുറി സിന്നബാർ, ലെഡ് ഗലീന, ടൈറ്റാനിയം ഇൽമനൈറ്റ്. ആ TI അവിടുന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. റൂട്ടൈൽ, തോറിയം മോണോസൈറ്റ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്. ഈ മൂലകങ്ങൾ, ധാതുക്കൾ, ലോഹങ്ങളും അതിൻ്റെ അയിരുകളും പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി ഇൽമനൈറ്റും ടൈറ്റാനിയം ഡയോക്സൈഡും. ഇൽമനൈറ്റ് ഒരു ധാതു അയിരാണ്. രാസപരമായി ഇത് അയേൺ ടൈറ്റാനിയം ഓക്സൈഡാണ്. ഇൽമനൈറ്റ് എന്ന് പറഞ്ഞാൽ Fe അയേൺ, പിന്നെന്തുണ്ട്? ടൈറ്റാനിയം വരുന്നുണ്ട്, Ti, ഓക്സൈഡ് O3യും വരുന്നുണ്ട്. അപ്പോൾ അയേൺ ടൈറ്റാനിയം ഓക്സൈഡാണ്. ഇത് പ്രധാനമായും ടൈറ്റാനിയം എന്ന ലോഹം നിഷ്കർഷണം ചെയ്തെടുക്കാനുള്ള പ്രധാന അയിരാണ് ഇൽമനൈറ്റ്. അപ്പോൾ ഇൽമനൈറ്റ് അതിൽ ടൈറ്റാനിയം ഉണ്ട്, അയേൺ ഉണ്ട്, ഓക്സൈഡ് ഉണ്ട്. അയൺ ടൈറ്റാനിയം ഓക്സൈഡ് എന്നാണ്. അതിൽ ടൈറ്റാനിയം വേർതിരിച്ചെടുക്കുന്നത്. എന്താണ് ടൈറ്റാനിയം ഡയോക്സൈഡ്? ടൈറ്റാനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ്. ഇത് ലോകത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വർണ്ണവസ്തുവാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വർണ്ണവസ്തുവാണ്. ഇതിന് കാരണം ഇതിൻ്റെ ഉയർന്ന പ്രകാശ പ്രതിഫലന ശേഷിയാണ്. അപ്പം ഇൽമനൈറ്റിൽ നിന്ന് രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ചുരുക്കത്തിൽ ഇൽമനൈറ്റ് എന്ന അയിര് സംസ്കരിച്ചാണ് വെളുത്ത പെയിന്റ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ,
പ്ലാസ്റ്റിക് പേപ്പർ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നത്. ഇപ്പം ഇൽമനൈറ്റിൽ നിന്നാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നത്. അതെവിടേക്ക് ഉപയോഗിക്കും? സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ, വെളുത്ത പെയിന്റിൽ, പ്ലാസ്റ്റിക് പേപ്പറിലൊക്കെ ഉപയോഗിക്കും. കേരളവുമായി ഇതിനൊരു ബന്ധമുണ്ട്. കരിമണൽ കേട്ടില്ലേ? കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചവറ മുതൽ നീണ്ടകര വരെയുള്ള പ്രദേശത്ത് കരിമണലിൽ ഇൽമനൈറ്റ് ധാരാളമായി കാണപ്പെടുന്നു. അവിടെ അയേൺ, ടൈറ്റാനിയം ഓക്സൈഡ് ധാരാളമായി കാണപ്പെടുന്നു. ഓക്കെ, അതിനാണ് അയേൺ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കാം. പെയിന്റിന്, സൗന്ദര്യവർദ്ധക വസ്തുവിന്, പ്ലാസ്റ്റിക് ഷീറ്റിന് നിറത്തിലൊക്കെ നല്ല നിറം ലഭിക്കാൻ ഉപയോഗിക്കും. ഇൽമനൈറ്റിനോടൊപ്പം മോണസൈറ്റും ഉണ്ട്, സിർക്കോൺ ഉണ്ട്, റൂട്ടൈൽ, സിൽമനൈറ്റ് തുടങ്ങിയ വിലയേറിയ ധാതുക്കളും ഇതിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രധാന സ്ഥാപനങ്ങളാണ് KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. ചവറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനമാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നു. IREL, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ചവറയിൽ ധാതുക്കൾ വേർതിരിക്കുന്ന പ്രവർത്തനം തുടരുന്നു. ഈ ഭാഗം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെയും ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ, അതൊരു അത്ഭുത ലോഹമാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടും ടൈറ്റാനിയം. ഭാരം കുറഞ്ഞതാണ്, എന്നാൽ ഇരുമ്പിനേക്കാൾ ബലമുള്ളതാണ്, തുരുമ്പിക്കാത്തതാണ്. വിമാനഭാഗങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ, മിസൈലുകൾ, ശരീരത്തിനുള്ളിൽ വെക്കുന്ന കൃത്രിമ ഭാഗങ്ങൾ, എല്ലുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ടൈറ്റാനിയം ഡയോക്സൈഡ് പെയിന്റ്, പ്ലാസ്റ്റിക്, പേപ്പർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രത്യേകിച്ച് സൺസ്ക്രീൻ ലോഷനുകൾ, ടൂത്ത് പേസ്റ്റ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ: കേരളത്തിൽ ഇൽമനൈറ്റ് മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം ചവറ, കൊല്ലം. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്ന് പ്രധാനമായും വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയം. കേരളത്തിലെ കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാവുന്ന ആണവ ഇന്ധനം തോറിയം. മോണോസൈറ്റിൽ നിന്ന് പെയിന്റുകൾക്ക് വെളുത്ത നിറം നൽകാൻ ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തു ടൈറ്റാനിയം ഡയോക്സൈഡ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ചവറയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അടുത്ത 2 ചോദ്യങ്ങളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചിട്ടാണ്? ബോയിൽ നിയമം. ഇനി ഞാൻ പറയണ്ടല്ലോ, നമുക്കത് ക്ലിയർ ആണല്ലോ. അത് ബോയിൽ നിയമം അനുസരിച്ചാണ്, നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, ഇവിടെ ബോക്സ് ഇത് മാറ്റിയിരുന്നില്ല അല്ലേ? ഓക്കെ, ബോയിൽ നിയമം അനുസരിച്ചിട്ടാണ്. രാജദ്രാവകം എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അക്വാറീജിയ, രാജദ്രാവകം, അത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി സോഡിയം അമാൽഗം ആണ്. എന്താ ഇപ്പം ലായനി എന്ന് പറയുന്നത്? ലായനികൾ, കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ. ഇത് ചോദിക്കാറുണ്ട്. ഇവിടെ നിന്നാണ് ഈ ചോദ്യം. എന്താണ് അതിൻ്റെ ചോദ്യം വരുന്നത്? ലായനികൾ, കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ. യഥാർത്ഥ ലായനി എന്ന് വിളിക്കണമെങ്കിൽ അത് ഹോമോജീനിയസ് ആയിരിക്കണം, ഏകാത്മകമായിരിക്കണം. പറയാം, ഒരു ലായനിനെ ലായനി എന്ന് വിളിക്കണമെങ്കിൽ അത് ഏകാത്മകമായിരിക്കണം. അതായത് അതിലെ ഘടകങ്ങൾ ഒന്നു ചേർന്ന് ഒറ്റ പദാർത്ഥമായി കാണപ്പെടണം. അല്ലാതെ അവിടെ ഇവിടെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നതല്ല. ഉദാഹരണത്തിന് നമുക്ക് നോക്കിയാൽ പാൽ എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡാണ്, ലായനിയല്ല. ഒറ്റ നോട്ടത്തിൽ അത് ഏകാത്മകമായി തോന്നുമെങ്കിലും ഇത് വെള്ളത്തിൽ കൊഴുപ്പിൻ്റെയും പ്രോട്ടീൻ്റെയും ചെറു കണികകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു മിശ്രിതമാണ്. ഇതൊരു മിശ്രിതമാണ്. ഒറ്റ നോട്ടത്തിൽ അത് ലായനിയായിട്ട് തോന്നും. പക്ഷെ അതിൽ വെള്ളത്തിൽ എന്തിൻ്റെയൊക്കെ കൊഴുപ്പും പ്രോട്ടീൻ്റെയും ചെറിയ പ്രകാശം കടത്തിവിട്ടാൽ, പാലിലൂടെ പ്രകാശം കടത്തിവിട്ടാൽ നമുക്ക് പ്രകാശപാത കാണാൻ സാധിക്കും, ടിൻഡൽ പ്രഭാവം കാണാൻ സാധിക്കും. കൊളോയിഡ് ആണോ എന്നറിയാൻ അതിലൂടെ വെളിച്ചമടിച്ചു നോക്കിയാൽ അതിൻ്റെ ആ പ്രകാശം പോകുന്ന പാത നമുക്ക് കാണാൻ സാധിക്കും. ഇനി സോഡിയം അമാൽഗം, അപ്പോൾ പാല്, മിൽക്ക്. സോഡിയം അമാൽഗം ഇതൊരു ലോഹസങ്കരമാണ്, അലോയ് ആണ്. മെർക്കുറിയവും സോഡിയവും ചേർന്നുണ്ടാകുന്ന ഒരേകാത്മക മിശ്രിതമാണ്. ഇതങ്ങനെ വേർപെട്ട് കിടക്കുന്നതല്ല, ഒരൊറ്റ മിശ്രിതമാണ്. ലോഹസങ്കരങ്ങളെ ഖരലായനികൾ ആയി കണക്കാക്കുന്നു. ഇങ്ങനത്തെ ലോഹസങ്കരങ്ങളെ നമ്മൾ ലായനി എന്ന് പറഞ്ഞാൽ വെള്ളം ദ്രാവക രൂപത്തിൽ മാത്രമല്ല ഖരരൂപത്തിലും കാണും. അതുകൊണ്ട് സോഡിയം അമാൽഗത്തിൽ ഇതെല്ലാം ഏകാത്മകമായി ഹോമോജീനിയസ് ആയിട്ടാണ് കടക്കുന്നത്. മെർക്കുറിയും സോഡിയവും ചേർന്നതാണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ലായനിയായി കണക്കാക്കുന്നു. ഇതൊരു ഖര ലായനിയാണ്. കഞ്ഞിവെള്ളം
ഇതൊരു കൊളോയിഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പാൽ എന്താണ്? ഒരു കൊളോയിഡാണ്. കഞ്ഞിവെള്ളവും കൊളോയിഡാണ്. വെള്ളത്തിൽ അന്നജത്തിന്റെ കണികകൾ വെളിച്ച് കടക്കുന്നു, ചെതറി കടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ടിൻഡൽ പ്രഭാവമുണ്ട്. വെളിച്ചമടച്ചാൽ അതിലൂടെ കടന്നു പോകും. ചളിവെള്ളം സസ്പെൻഷനാണ്, കൊളോയിഡല്ല. ഇതിലെ മൺതരികൾ വലുതാണ്. സസ്പെൻഷനിൽ ആ തരികൾ വലുതായിരിക്കും. അതുകൊണ്ട് ഇവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും കുറച്ച് സമയം അനക്കാതെ വെച്ചാൽ അവ അടിയുന്നത് കാണാനും സാധിക്കും. അപ്പോൾ അത് അടിയിൽ അടിഞ്ഞുകൂടും. അതിനെയാണ് സസ്പെൻഷൻ എന്ന് പറയുക. അപ്പം സസ്പെൻഷൻ, കൊളോയിഡ്, ലായനി, 3 എണ്ണമുണ്ട്. അപ്പം മിശ്രിതങ്ങളുടെ വർഗീകരണം ഇങ്ങനെയാണ്. കണികകളുടെ വലിപ്പം വളരെ മിശ്രിതത്തിന്റെ സ്വഭാവം, കണികകളുടെ വലിപ്പം അത് ലായനിയിലാണെങ്കിൽ വളരെ ചെറുതായിരിക്കും. കൊളോയിഡിലാണെങ്കിൽ ഇടത്തരമായിരിക്കും. സസ്പെൻഷനിലാണെങ്കിൽ വളരെ വലുതായിരിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ? ലായനിയിൽ ഈ കണികകളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. കൊളോയിഡിലും കാണാൻ പറ്റില്ല. എന്നാൽ സസ്പെൻഷനിൽ സാധിക്കും, അവിടെ വലുതായിരിക്കും. ടിൻഡൽ പ്രഭാവം എവിടെ കാണിക്കുന്നില്ല? ലായനിയിൽ ടിൻഡൽ പ്രഭാവം കാണിക്കില്ല. എന്നാൽ കൊളോയിഡിലും സസ്പെൻഷനിലും അത് കാണിക്കും. സ്ഥിരതയുണ്ട്, അടിയിൽ ഊറിക്കൂടില്ല. സ്ഥിരതയുണ്ട് ഇവിടെയും, പക്ഷെ ഇവിടെ സ്ഥിരതയില്ല. സസ്പെൻഷൻ കുറച്ച് നേരത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അതെന്താണോ അതിലുള്ളത് അത് അടിഞ്ഞുകൂടും. അരിച്ചു മാറ്റാൻ സാധിക്കുമോ? സാധിക്കും. സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് സാധിക്കില്ല. ഇവിടെയും സാധിക്കില്ല. എന്നാൽ ഇവിടെ സാധിക്കും. ഇനി ഉദാഹരണങ്ങൾ. ലായനിക്ക് ഉദാഹരണമാണ് ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, ലോഹസങ്കരങ്ങൾ, അമാൽഗം എന്ന് പറയും. ഇപ്പൊ സോഡിയം അമാൽഗം എന്ന് പറഞ്ഞാൽ സോഡിയവും മെർക്കുറിയും ചേർന്നത് സോഡ. ഇതൊക്കെ ലായനിക്ക് ഉദാഹരണമാണ്. പാല്, മഷി, പുക, മൂടൽ മഞ്ഞ്, രക്തം, കഞ്ഞിവെള്ളം ഇതൊക്കെ കൊളോയിഡിന് ഉദാഹരണമാണ്. ചളിവെള്ളം, ചോക്കുപൊടി, വെള്ളത്തിൽ കലക്കിയത് ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സസ്പെൻഷന് ഉദാഹരണമാണ്. കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നു. കൊളോയിഡിൽ കണികകളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നു. അതിലൂടെയുള്ള പ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാൻ സാധിക്കുന്ന പ്രതിഭാസമാണ്. യഥാർത്ഥ ലായനികളിൽ കണികകൾ വളരെ ചെറുതായതുകൊണ്ട് ടിൻഡൽ പ്രഭാവം കാണിക്കുന്നില്ല. താഴെ പറയുന്നവയിൽ കൊളോയിഡിന് ഉദാഹരണം ഏത്? കൊളോയിഡിന് ഉദാഹരണം ഏതാണ്? പാലും മഷിയും രക്തവുമൊക്കെയാണ്. പ്രകാശരശ്മികളെ വിസരിപ്പിക്കാൻ കഴിവുള്ള കൊളോയിഡൽ ലായനികളിൽ പ്രകടിപ്പിക്കുന്ന പ്രകാശ പ്രതിഭാസം ടിൻഡൽ പ്രഭാവമാണ്. പാലും വെള്ളവും ചേർന്ന മിശ്രിതം കൊളോയിഡാണ്. ലോഹസങ്കരങ്ങൾ എന്തിനുദാഹരണമാണ്? ലായനിക്ക് ഉദാഹരണമാണ്. മെർക്കുറിയും മറ്റൊരു ലോഹവും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം അറിയപ്പെടുന്നത് അമാൽഗം എന്നാണ്. ചോക്കുപൊടി വെള്ളത്തിൽ കലക്കിയത് സസ്പെൻഷന് ഉദാഹരണമാണ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യം താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്, നേരത്തെ നമ്മൾ പഠിച്ചതാ, ഓർമ്മണ്ട? സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. അയിരുകളും രാസനാമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ അയിര് എന്താണ്, ധാതു എന്താണെന്നൊക്കെ പറഞ്ഞതാണ്. സിങ്ക് എന്ന ലോഹത്തിന്റെ 2 അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും കലാമൈനും. അപ്പോൾ അവിടെ നോക്കൂ, സിങ്ക് സൾഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ രാസനാമവും ഓർത്തിരിക്കണം. കലാമൈൻ സിങ്ക് കാർബണേറ്റ് ആണ്. അപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സിങ്ക് സൾഫൈഡ് ആണ്. അപ്പോൾ സിങ്ക് കാർബണേറ്റ് കലാമൈൻ ആണ്. സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് സിൻസൈറ്റ് എന്നാണ്. ഓക്കെ, ഓർക്കുക. പ്രധാന ലോഹങ്ങളും അവയുടെ അയിരുകളും ഓർത്തു വെക്കണം. അയൺ അത് ഹീമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. അത് അയൺ ഓക്സൈഡ് ആണ്. അലുമിനിയം ബോക്സൈറ്റ് ആണ്. ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് ആണ്. ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് ആണ് ബോക്സൈറ്റ്. കോപ്പർ പൈറൈറ്റിസ് ആണ്. കോപ്പർ അയൺ സൾഫൈഡ് ആണ്. സിങ്ക് ബ്ലെൻഡ് ആണ്. സിങ്ക് സൾഫൈഡും സിങ്ക് കാർബണേറ്റുമാണ്. മെർക്കുറി സിന്നബാർ ആണ്. മെർക്കുറിക് സൾഫൈഡ് ആണ്. ലെഡ് ഗലീനയാണ്. ലെഡ് സൾഫൈഡ് ആണ്. ടൈറ്റാനിയം ഇൽമനേറ്റ് ആണ്. അയൺ ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. സോഡിയം റോക്ക് സാൾട്ട് ആണ്. സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഓർത്തിരിക്കുക. അതെല്ലാം തന്നെ അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ്, ഇതൊക്കെ മുന്നേ ചോദിച്ചതാണ്. മെർക്കുറിയുടെ അയിര് സിന്നബാർ. ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇരുമ്പ് അയൺ. കലാമൈൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ബോക്സൈറ്റിൻ്റെ രാസനാമം ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് ആണ്.
സിന്നമാറിൻ്റെ രാസസൂത്രം ഏതാണ്? മെർക്കുറിക് സൾഫൈഡ് ആണ്. സിങ്ക് കാർബണേറ്റ് എന്ന ഏത് രാസനാമത്തിൽ അറിയപ്പെടുന്നു? കലാമൈൻ. ഇതിൻ്റെയൊക്കെ വിശദമായ നോട്ട് കിട്ടിയാൽ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഓർമ്മയിൽ നിൽക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അവസാനം വരെ കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ആരോ കെമിസ്ട്രി റിക്വസ്റ്റ് ചെയ്തു തന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ചെയ്തത്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.